തുടങ്ങട്ടെ മിസ്സേ? തുടങ്ങിക്കോളൂ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വായന ചിന്തയുടെ ചക്രവാളം അനന്തമാക്കും, മാനവികതയെ ഉദ്ദീപിക്കും, അറിവ് വർദ്ധിപ്പിക്കും, നല്ല മനുഷ്യനാക്കും, ഹൃദയം ആർദ്രമാക്കും. വായനയുടെ പ്രാധാന്യം ഉൾക്കൊണ്ട് വായനക്കാർക്കുള്ള ഒരിടമാണ് വ്യാഴാഴ്ച വായനാഴ്ച. മൂത്തകുന്നം SNM ട്രെയിനിങ് കോളേജിലെ ലിറ്റററി ക്ലബിന്റെയും ലൈബ്രറി റീഡേഴ്സ് ഫോറത്തിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രതിവാര പുസ്തക നിരൂപണമാണ് വ്യാഴാഴ്ച വായനാഴ്ച. ഓരോ ആഴ്ചയും പുതിയ പുസ്തകങ്ങളുടെ നിരൂപണം നടത്തുകയും എഴുത്തുകാരുമായി സംവദിക്കാൻ അവസരമൊരുക്കുകയും ചെയ്യുന്നു. ഇന്ന് പുസ്തക നിരൂപണത്തിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് കലാസജീവൻ രചിച്ച സന്തോഷം ഒരു ദേശമാണ് എന്ന യാത്രാ വിവരണ ഗ്രന്ഥമാണ്. ഈ പരിപാടിയിൽ സ്വാഗതം പറയുന്നതിനായി 1ാം വർഷ BEd ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയായ വിനീത PS നെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വായനയുടെ സ്വാധീനം കൊണ്ട് എഴുതാനും ചിന്തിക്കാനും യുക്തിപരമായി സർഗശേഷി ഉണർത്തിക്കൊണ്ടുവരുവാനും അവസരം സൃഷ്ടിക്കുന്ന ഈ കൂട്ടിയിരിപ്പാണ് നമ്മുടെ വ്യാഴാഴ്ച വായനാഴ്ച. ഈ പരിപാടിയിൽ സ്വാഗതം പറയുക എന്നതാണ് എൻ്റെ ദൗത്യം. ആദ്യമായി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ സുസ്മിത മിസ്സിനെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വ്യാഴാഴ്ച വായനാഴ്ചയുടെ ടീച്ചർ കോർഡിനേറ്റേഴ്സ് ആയ ഡോക്ടർ കൃഷ്ണകുമാർ സാറിനെയും ഡോക്ടർ ഹീര മിസ്സിനെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ പരിചയപ്പെടുത്തുന്ന സന്തോഷം ഒരു ദേശമാണ്, ഭൂട്ടാൻ യാത്രാനുഭവങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് കലാസജീവൻ ടീച്ചറെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വ്യാഴാഴ്ച വായനാഴ്ചയിലെ പുസ്തക നിരൂപണം അവതരിപ്പിക്കുന്ന 1ാം വർഷ BEd ഇംഗ്ലീഷ് വിദ്യാർത്ഥിനി ഐശ്വര്യ TS നെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പുസ്തക പ്രേമികളെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി. നന്ദി വിനീത. ഇന്നിവിടെ പുസ്തക നിരൂപണം നടത്തുന്നത് 1ാം വർഷ BEd ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയായ ഐശ്വര്യ TS ആണ്. ഐശ്വര്യ തൃശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ് വരുന്നത്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദവും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. പുസ്തക നിരൂപണത്തിനായി ഐശ്വര്യയെ ക്ഷണിക്കുന്നു. കേൾക്കാം? ഹലോ, കേൾക്കാം. ഓക്കെ, നമസ്കാരം. ഇന്ന് പുസ്തക നിരൂപണം ചെയ്യുന്നത് സന്തോഷം ഒരു ദേശമാണ് എന്ന കലാസജീവന്റെ പുസ്തകമാണ്. നമ്മൾ യാത്ര ചെയ്യാതെ തന്നെ നമ്മളെ ഒരു സ്ഥലത്തെത്തിക്കുക എന്ന് പറയുന്നത് ഒരു കഴിവാണ്. അത് പൂർണ്ണമായും ഈ ബുക്കിന് സാധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പുസ്തകം നിരൂപണത്തിന് എടുക്കാനായിട്ട് എനിക്ക് പ്രത്യേകിച്ച് 3 കാരണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തത് എന്ന് പറയുന്നത്, എനിക്ക് യാത്രയോട് അടങ്ങാതെയുള്ളൊരു അഭിനിവേശം, എനിക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. ഒന്നാമത്തെ കാരണം അതാണ്. രണ്ടാമത്തെ കാരണം, എന്നെ ഒരുപാട് ആകർഷിച്ച ഇതിന്റെ ആമുഖത്തിൽ ഒരുപാട് കാര്യങ്ങൾ എന്നെ ഇതിൽ ആകർഷിച്ചു. മൂന്നാമത്, ഇത് ഒരു 95 പേജുള്ള ചെറിയൊരു പുസ്തകമാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് വായിക്കാമല്ലോ എന്നുള്ള സൗകര്യം. അപ്പോ നിരൂപണത്തിലേക്ക് കടക്കാം. എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസ് കാരണം ക്യാമറ ഓഫ് ചെയ്യാണ് കേട്ടോ. ഭൂട്ടാൻ എന്ന രാജ്യത്തെ ചിത്രങ്ങളിലൂടെ വിവരിക്കുന്നത് പോലെ ഹൃദ്യമായും സരളമായും കാവ്യാത്മകമായും ഈ കൃതി അവതരിപ്പിക്കുന്നു. മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിന്റെ 1ാം പതിപ്പ് 2025 ജാനുവരിയിലും 2ാം പതിപ്പ് ഈ ഏപ്രിലിലുമാണ് പുറത്തിറങ്ങിയത്. എന്റെ കൈവശമുള്ളത് 2ാം പതിപ്പാണ്. ഈ പുസ്തകത്തിന്റെ കവർ ഫോട്ടോ ചെയ്തിരിക്കുന്നത് പ്രിയാങ്ഷു അൺസ്പ്ലാഷ്. കവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വിമൽ GP ആണ്. പേജുകൾ കുറവാണെങ്കിലും ഒട്ടും വലിച്ചു നീട്ടലുകളോ വിരസതയോ ഇല്ലാതെ വ്യക്തവും ഒതുക്കവുമായുള്ള ശൈലിയാണ് ഇതിൻ്റെത്. ഭൂട്ടാനിലെ കാര്യങ്ങൾ കൂടുതൽ ആംബിഗസ് ആവാതെ അതീവ വ്യക്തതയോടെ വിവരിച്ചിരിക്കുന്നു. വായനക്കാരന്റെ മനസ്സിൽ ഭൂട്ടാന്റെ തനതായൊരു ചിത്രം തെളിയുന്നതിൽ എഴുത്തുകാരി പൂർണ്ണമായും വിജയിച്ചിരിക്കുന്നു എന്ന് തോന്നി. കൃതിയുടെ ആമുഖമായ മറന്നുവെച്ച യാത്രകൾ എന്ന ഭാഗം എന്നെ വല്ലാതെ ആകർഷിച്ചു.
അത് മനസ്സിൽ ആഴത്തിൽ സ്പർശിക്കുകയാണ് ഉണ്ടായത്. ഒരു കൂട നിറയെ ഞാൻ മറന്നു വെച്ച യാത്രകൾ എന്ന് എഴുത്തുകാരി കുറിക്കുമ്പോൾ ആ ഞാൻ എന്ന് പറയുന്നത് കേവലം എഴുത്തുകാരി മാത്രമല്ല എന്ന് എനിക്ക് തോന്നിപ്പോവാണ്. ഇന്നും യാത്രകളുടെ സ്വപ്നങ്ങൾ ഉള്ളിൽ പേറി എന്നെങ്കിലും ഒരു അവസരം ലഭിക്കുമെന്ന മോഹവുമായി ജീവിക്കുന്ന സ്ത്രീ സമൂഹത്തിന്റെ പൊതുബോധമാണ് ആ വരികളിൽ പ്രതിഫലിപ്പിക്കുന്നത് എന്ന് എനിക്ക് തോന്നി. തുണി അലക്കുകയും പാത്രം കഴുകുകയും ചെയ്യുന്ന 2 കൈമുറിവുകളിൽ ചിറകുകൾ ചേർത്തു വെച്ച് ഞാനപ്പോൾ പറക്കാൻ തുടങ്ങും എന്ന വാക്കുകൾ വായിച്ചപ്പോൾ ഉള്ളിൽ ആനന്ദത്തിന്റെ അലകൾ ഉയരുന്നു. അതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. പറക്കാൻ തുടങ്ങുന്നിടത്ത്, അതിനു തീരുമാനിക്കുന്നിടത്ത് മുറിവുകൾ മാഞ്ഞ് സ്ത്രീക്ക് തൂവലുകൾ ചേർത്ത് ചിറകുകൾ ലഭിക്കുന്നതും അവൾ പറന്നുയരുന്നതും ആലോചിച്ച് ഞാൻ സന്തോഷിച്ചു. നമ്മൾ പോകും എന്ന മന്ത്രത്തിന് വലിയൊരു ശക്തിയുണ്ടായിരുന്ന സമയമായിരുന്നു അത് എന്ന ആമുഖത്തിൽ പറയുന്നുണ്ട്. അത് എഴുത്തുകാരിയുടെ അടിയുറച്ച ആത്മവിശ്വാസം അല്ലെങ്കിൽ ലക്ഷ്യബോധം, നിശ്ചയദാർഢ്യം എന്നിവയൊക്കെ പ്രകടമാക്കുന്നതായിട്ട് തോന്നി. നമ്മൾ പോകും എന്ന വാക്കുകൾക്കൊപ്പം നമ്മൾ അടിച്ചു പൊളിക്കും, നമ്മൾ സന്തോഷിക്കും, നമ്മൾ പൊട്ടിച്ചിരിക്കും, നമ്മൾ കാഴ്ചകൾ കാണും, നമ്മൾ മുന്നോട്ട് നീങ്ങും, നമ്മൾ പറന്നുയരും എന്നൊക്കെ ഒരു എക്കോ പോലെ ഉള്ളിൽ മുഴങ്ങുന്നതായിട്ട് അനുഭവപ്പെട്ടു. പുസ്തകം വായിച്ചു കഴിയുമ്പോൾ ഭൂട്ടാൻ വളരെ പരിചിതമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അധ്യായങ്ങളുടെ ശീർഷകങ്ങളൊക്കെ ഉള്ളടക്കത്തിന്റെ ഒരു സംഗ്രഹം പോലെ പ്രവർത്തിച്ച് വായനക്കാർക്ക് വിഷയങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കാൻ സഹായമാകുന്ന രീതിയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഭൂട്ടാനിലേക്കൊരു ബസ് യാത്ര എന്ന ആദ്യ അധ്യായം എഴുത്തുകാരിയുടെ യാത്രയുടെ തുടക്കവും അതിനോട് ചേർന്നുള്ള ആകാംക്ഷകളും പ്രാരംഭ പ്രയാസങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. തുടർന്ന് വരുന്ന പടിയും പടിപ്പുരയുമുള്ള ഭൂട്ടാൻ തറവാട് എന്ന അധ്യായത്തിൽ യാത്രയുടെ തുടർച്ചയായ സംഭവങ്ങളും ആവേശം നിറഞ്ഞ നിമിഷങ്ങളോടെ ഭൂട്ടാൻ മണ്ണിലേക്കുള്ള എത്തിച്ചേരലും നമുക്ക് അനുഭവിക്കാം. പാറോയിലെ ആദ്യ സായാഹ്നം എന്ന ഭാഗം ഞാൻ വായിക്കുന്നത് കൊടുങ്ങല്ലൂർ തൃശ്ശൂർ റൂട്ടിൽ ഓടുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിൽ ഇരുന്നുകൊണ്ടായിരുന്നു. അപ്പോ ഭൂട്ടാനിൽ വാഹന ബാഹുല്യമില്ല, ഹോണടിയില്ല എന്ന വരി വായിച്ച നിമിഷം ഞാൻ ഇന്ത്യയിലാണ് എന്ന് എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്താതെ ഹോൺ മുഴക്കി എന്റെ ബസ് മുന്നിലെ വണ്ടിയിലേക്ക് ഓവർടേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കത് ഒരു ചിരി, ഈശ്വര ഇന്ത്യയിൽ തന്നെയാണ് എന്നുള്ളൊരു ഒരു ബോധം കൂടി വരികയാണ് ഉണ്ടായത്. ഈ വൈരുദ്ധ്യം ഭൂട്ടാന്റെ ശാന്തതയുടെ ചിത്രം മനസ്സിൽ കൂടുതൽ ദൃഢമാക്കി. ബുദ്ധമത വിശ്വാസികളുടെ പുണ്യകേന്ദ്രമായ ടൈഗേഴ്സ് നെസ്റ്റ് കീഴടക്കുന്ന അനുഭവം വിവരിക്കുന്ന ഒരു അധ്യായമുണ്ട്. പത്മസംഭവനും കടുവക്കൂടും എന്ന് പറയുന്ന അധ്യായമാണത്. അത് ഭയങ്കര ഹൃദയസ്പർശിയായിട്ട് തോന്നി. അവിടുത്തെ പർവ്വതനിരകള് കയറുമ്പോഴുള്ള യാത്രാനുഭവം വായിച്ചപ്പോൾ എൻ്റെ അമ്മ സിനഗണ്ട് ഫോർട്ട്, പൂനെയില് ഒരു സിനഗണ്ട് ഫോർട്ട് ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോയിരുന്നു. അപ്പം എന്നെക്കാളും വേഗത്തില് വളരെ അനായാസമായിട്ട് ഓടിക്കയറിയത് എൻ്റെ അമ്മയാണ്. അപ്പോ എന്തുകൊണ്ടും ലൈക്ക് പല സ്ത്രീകളും ദുർബലയാണ് എന്ന് പറയുന്ന ഒരു ടൈമിൽ ഞാൻ ആലോചിക്കും, എത്രയോ കരുത്തേറിയ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അതെന്നെ ഓർമ്മിപ്പിച്ചു ഈ ഒരു ഭാഗം. ഭൂട്ടാനിലെ പുരുഷലിംഗ രൂപങ്ങളെ പറ്റി വിവരിച്ച ശേഷം അത് വാങ്ങാനുള്ള ധൈര്യക്കുറവോ അല്ലെങ്കിൽ അതൊരു സംശയം, വാങ്ങണ്ടെന്നുള്ള സംശയമോ എഴുത്തുകാരി സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു, എഴുത്തുകാരിക്ക് അത് ധൈര്യത്തോടെ വാങ്ങായിരുന്നില്ലേ എന്നൊരു ആശ എനിക്ക് തോന്നി. പക്ഷെ ഞാൻ പിന്നീട് ചിന്തിച്ചപ്പോൾ എനിക്കൊരു ആശ്വാസം തോന്നി. വാങ്ങാൻ ധൈര്യമില്ലായിരുന്നെങ്കിലും അതിനെക്കുറിച്ച് ധൈര്യത്തോടെ എഴുതാൻ കഴിഞ്ഞല്ലോ. ഒരു തുറന്നെഴുത്ത് അല്ലെങ്കിൽ യാത്രാ വിവരണത്തിന് നൽകുന്ന ഒരു സത്യസന്ധതയും കരുത്തൊക്കെ ഭയങ്കര വലുതാണത്. ഉഗയിൻ സ്കൂൾ വിശേഷങ്ങൾ എന്ന ഭാഗം അവിടുത്തെ സ്കൂളുകളുടെ രീതികളെയും വിദ്യാഭ്യാസ സംസ്കാരത്തെയും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. ദൈവത്തിന് എന്ത് പൊൻപ്രതിമ എന്ന അധ്യായത്തിൽ രാജാക്കന്മാരെ പറ്റിയുള്ള പരാമർശം കണ്ടപ്പോഴാണ് അവിടുത്തെ ഭരണരീതിയെ കുറിച്ച് അറിയാൻ എനിക്ക് ആകാംക്ഷ ഉണ്ടാകുന്നത്. അതായത് ഇപ്പോഴും അവിടെ രാജാക്കന്മാരാണ് ഭരിക്കുന്നത്, അങ്ങനെയൊക്കെ ഒരു തോന്നൽ വന്നു. അപ്പൊ ഞാൻ അതിനെപ്പറ്റി നോക്കിയപ്പോഴാണ് ഭൂട്ടാനില് ഭരണഘടനാപരമായി രാജവാഴ്ചയും ജനാധിപത്യ സർക്കാരും നിലനിൽക്കുന്ന ഭരണ സംവിധാനമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. രാജാവ് ഇപ്പോഴും രാഷ്ട്രത്തലവൻ തന്നെയാണ്, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. എങ്കിലും ഭരണം നടത്താനുള്ള അധികാരം തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനാണെന്ന് ഉള്ളൊരു അറിവ് ലഭിക്കേണ്ടായി. ഉദ്യാനപൂർവം എന്ന അധ്യായം പ്രകൃതി വർണ്ണനകൾക്ക് പ്രാധാന്യം നൽകുന്നു. പ്രത്യേകിച്ച് പനിനീർ പൂക്കളെ കവിത എന്ന പോലെ മനോഹരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. പ്രകൃതിയെ പറ്റിയുള്ള വർണ്ണന അതീവ മനോഹരമാണ്. ഓരോ വാചകവും ആ ഭൂമിയുടെ തണുപ്പും ശാന്തതയും ആത്മീയതയും ഒക്കെ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് പോലെ തോന്നിയിരുന്നു.
ഇത് വായിച്ചപ്പോൾ ഞാൻ കണ്ട ഒരു ടെഡ് ടോക്ക്, അതായത് ഈ പ്രകൃതി രമണീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വായിച്ചപ്പോൾ ഞാനൊരു ടെഡ് ടോക്ക് കണ്ടത് ഓർമ്മ വന്നു. ഭൂട്ടാന്റെ പ്രൈം മിനിസ്റ്റർ അവതരിപ്പിച്ച ഒരു കാർബൺ നെഗറ്റീവ് ആണ് ഭൂട്ടാൻ എന്ന രാജ്യം എന്ന് പറയുന്ന ഒരു ടെഡ് ടോക്ക് ആയിരുന്നു അത്. ലോകത്തിന് മാതൃകയായ അവരുടെ പരിസ്ഥിതി ഭോഗം ഈ യാത്രാ വിവരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഭൂട്ടാൻ എന്ന ദേശത്തിന്റെ ഹൃദയത്തുടിപ്പായ സാംസ്കാരിക പൈതൃകത്തെയും ജനജീവിതത്തെയും എഴുത്തുകാരി സമഗ്രമായി വരച്ചു കാട്ടുന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളെയും ആചാരങ്ങളെയും കുറിച്ചുള്ള വർണ്ണനകൾ വായനക്കാരനെ ആ ആഘോഷങ്ങൾക്ക് നടുവിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന അനുഭൂതി നൽകുന്നു. തനതായ വസ്ത്രധാരണ രീതികൾ, മനോഹരമായ കലാരൂപങ്ങൾ, പരമ്പരാഗതമായ കായികം എന്നിവയെല്ലാം ഈ വിവരണത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. കൂടാതെ ഭൂട്ടാനിലെ ബുദ്ധ വിവാഹാരങ്ങളുടെയും കോട്ടകളുടെയും ആർക്കിടെക്ചർ വളരെ സവിശേഷമായ ഒരു രീതിയിൽ എഴുത്തുകാരി വ്യക്തമാക്കേണ്ടത്. ഓരോ ആർക്കിടെക്ചർ വിസ്മയങ്ങൾക്കും പിന്നിലെ കഥകൾ അന്വേഷിക്കാനുള്ള എഴുത്തുകാരിയുടെ ജിജ്ഞാസ വായനക്കാരി എന്ന നിലയിൽ എന്നിലേക്ക് അത് പടർന്നു കയറിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രകൃതി രമണീയമായ ഭൂട്ടാന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും അതിന്റെ തണുപ്പും ശാന്തതയും എഴുത്തിന്റെ താളുകളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ചരിത്രപരമായ ഏടുകളും കേട്ടുകേൾവിയില്ലാത്ത പുരാണങ്ങളും ഐതിഹ്യങ്ങളും അവരുടെ വിശ്വാസങ്ങളെയും സാമൂഹിക ബോധത്തെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നും വിശദീകരിക്കുന്നു. ഭാഷ ഉൾപ്പെടെയുള്ള പ്രാദേശിക ഘടകങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഈ യാത്രാ വിവരണത്തിന്റെ സമഗ്രതയ്ക്ക് ആക്കം കൂട്ടുന്നു. ഭൂട്ടാൻ ജനതയുടെ അടിസ്ഥാന സ്വഭാവമായ ആത്മീയത അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി അവരുടെ ജീവിത രീതിയിൽ എത്രത്തോളം ആഴത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്നു എന്ന് ഈ കൃതി എടുത്തു പറയുന്നു. ബുദ്ധമതത്തിന്റെ സ്വാധീനം അവരുടെ ഓരോ നിമിഷത്തിലും പ്രതിഫലിക്കുന്നുണ്ട്. സംസ്കാരം, ചരിത്രം, ആത്മീയത എന്നിവയെ കോർത്തിണക്കിക്കൊണ്ട് മുന്നോട്ടു പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ നാടിന്റെ ഓർമ്മകളും എഴുത്തിലൂടെ കടന്നു വരുന്നത് വായനയ്ക്ക് കൂടുതൽ ഭംഗി പകരുന്നത് പോലെ തോന്നി. ഇടയ്ക്കിടയ്ക്ക് നൊസ്റ്റാൾജി അടിച്ച് എഴുതുന്ന ഒരു ഫീലാണ് അപ്പോൾ വന്നത്. ഈ താരതമ്യത്തിലൂടെ നമ്മുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഭൂട്ടാനെ വായിച്ചെടുക്കാൻ എഴുത്തുകാരി വായനക്കാരെ സഹായിക്കുന്നതായിട്ടും തോന്നിയിട്ടുണ്ടായിരുന്നു. വിവാഹം, പേരിടൽ, മരണം തുടങ്ങി അവരുടെ ആചാരങ്ങളും ജീവിത രീതികളും അവിടത്തെ ജനങ്ങളുടെ മനസ്സിന്റെ ലാളിത്യത്തെയും ജീവിതശൈലിയെയും മനോഹരമായി പ്രതിപാദിക്കുന്നു. കച്ചവട സ്ഥലങ്ങൾ, അവിടുത്തെ ജനങ്ങളുടെ പെരുമാറ്റം എല്ലാം ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കും. നമുക്കതിങ്ങനെ ഓർമ്മയുണ്ടാവും, നമുക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ എഴുത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. ഈ പുസ്തകം വായിച്ചു തീരുമ്പോൾ സന്തോഷത്തെയും ജീവിത ലക്ഷ്യത്തെയും കുറിച്ചുള്ള ചില ദാർശനിക ചിന്തകൾ എന്റെ മനസ്സിൽ ഉടക്കി നിന്നു. ഉദാഹരണത്തിന് ജാപ്പനീസ് തത്വചിന്തയായ ഇക്കിഗായ്. ലക്ഷ്യബോധത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ലോകത്തിന് ഉപകാരപ്രദമായ രീതിയിൽ ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്ന സംതൃപ്തിയാണ് ഇക്കിഗായ് എന്ന് പറയുന്നത്. ഈ വ്യക്തിപരമായ പൂർണ്ണതയും ലക്ഷ്യബോധവും ഭൂട്ടാൻ ലോകത്തിൽ മുന്നിൽ വെക്കുന്ന ഒരു കാര്യമാണ്. നാഷണൽ ഹാപ്പിനെസ്, ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് എന്ന ആശയത്തോട് ആണ് അവർ നിൽക്കുന്നത്. ലോകം മൊത്തം ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്നതിന്റെ പിന്നാലെ പോകുമ്പോൾ ഇവര് ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ്, അവിടെയുള്ള ജനങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നടക്കുന്നു എന്ന് പറയുന്നത് ഒരു കൗതുകത്തോടെ തന്നെയാണ് ഞാനത് വായിക്കുന്നുണ്ടായിരുന്നത്. സന്തോഷത്തിന്റെ ഉറവിടം തേടി നടക്കുന്നവർ ഒരിക്കലെങ്കിലും ഭൂട്ടാൻ സന്ദർശിക്കാതെ വിടരുത് എന്ന് എഴുത്തുകാരി ഓർമ്മിപ്പിക്കുന്നു. യാത്രയിൽ നമ്മൾ മറ്റൊരാളാവുന്നു, കുറെ കൂടി മനുഷ്യത്വമുള്ളവരായി, സ്വാസ്ഥ്യമുള്ളവരായി പുതുക്കപ്പെടുന്നു. ഓരോരുത്തരുടെ ഉള്ളിലും തങ്ങൾ കണ്ട പുതിയ ദേശങ്ങൾ ഉണ്ടാകുന്നു. ഇത് പുസ്തകത്തിന്റെ പുറന്താളിലെ വാക്കുകളാണ്. ഇതിനോട് ഈ മുഴുവൻ കൃതിയുടെയും ആത്മസത്തയെ ഇത് പ്രതിനിധീകരിക്കുന്നു. സന്തോഷം ഒരു ദേശത്തിന്റെ പ്രാഥമിക ലക്ഷ്യമായി മാറുന്നിടത്താണ് ഭൂട്ടാൻ ലോകത്തിന് മാതൃകയാകുന്നത്. അതാണ് ഈ പുസ്തകത്തിന്റെ ശീർഷകമായ സന്തോഷം ഒരു ദേശമാണ് എന്ന വാചകത്തിന്റെ ആന്തരികമായ അർത്ഥവും. ഭൂട്ടാനെ കുറിച്ചുള്ള മറ്റൊരു ശ്രദ്ധേയമായ പുസ്തകമായ ബിയോണ്ട് ദ സ്കൈ ആൻഡ് ദ എർത്ത്, എ ജേർണി ഇൻ ടു ഭൂട്ടാൻ എന്ന കൃതിയും എന്റെ ഓർമ്മയിലേക്ക് വരികയുണ്ടായി. യാത്രകളോടുള്ള എഴുത്തുകാരിയുടെ പ്രണയം ഇനിയും പൂവണിയട്ടെ. ഇതുപോലുള്ള ഹൃദയഹാരിയായ യാത്രാനുഭവങ്ങൾ ഇനിയും ഒട്ടേറെ എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പുസ്തക പരിചയം ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇതിന്റെ ആമുഖത്തില് ആദ്യമായിട്ട് നടത്തിയ ഒരു ദൂരയാത്ര കാശ്മീരിലേക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഇവര് 4 സ്ത്രീകൾ മാത്രമാണ് പോയിരുന്നേന്ന് പറഞ്ഞു. അത് ആമുഖത്തിൽ വായിച്ചപ്പോൾ ഞാൻ വെറുതെ അങ്ങോട്ട് വിട്ടേ ഉള്ളൂ.
പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, അതായത് കലാസജീവൻ ഒരു മലയാളം അധ്യാപിക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മേമയായിട്ടുള്ള മലയാളം അധ്യാപിക സെന്റ് കോളേജിൽ ലത എന്ന് പറയുന്ന KS ലത എന്ന് പറയുന്നത് എൻ്റെ മേമയാണ്. അപ്പൊ മേമനോട് ഞാൻ ചോദിച്ചു, ഈ അധ്യാപികനെ ടീച്ചറിനെ അറിയോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അന്ന് ആ 4 സ്ത്രീകളിൽ ഒരു സ്ത്രീ എൻ്റെ മേമയായിരുന്നു എന്നുള്ളത്. അത് എനിക്ക് കൂടുതലും ഈ പുസ്തകത്തിനോടുള്ള ഒരു വൈകാരിക ബന്ധം കൂട്ടിയെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അപ്പോ താങ്ക് യു, ഇത്രയേ ഉള്ളൂ. ഇതേന്ന് കാശ്മീരിന്റെ അനുഭവമൊക്കെ എനിക്ക് ചോദിക്കണം എന്നുണ്ട്. നന്ദി ഐശ്വര്യ. എഴുത്തനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി പ്രിയപ്പെട്ട എഴുത്തുകാരിയും സന്തോഷം സന്തോഷം ഒരു ദേശമാണ് എന്നതിന്റെ രചയിതാവുമായ കലാസജീവൻ ടീച്ചർ നമ്മുടെ കൂടെയുണ്ട്. ഒരുപാട് സന്തോഷം ടീച്ചറെ. തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഞങ്ങളുടെ കൂടെ പങ്കെടുക്കുന്നതിലുള്ള സന്തോഷവും സ്നേഹവും നന്ദിയും ആദ്യം തന്നെ അറിയിക്കുന്നു. എഴുത്തുകാരിയെ നമുക്ക് പരിചയപ്പെടാം. തൃശൂർ ജില്ലയിലെ പാലശ്ശേരിയിൽ ജനനം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള വിമല, ശ്രീ കേരളവർമ്മ കോളേജുകളിൽ നിന്ന് റാങ്കോടെ ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയിട്ടുണ്ട്. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്ന് PhD-യും തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജ് ഗവേഷണ വിഭാഗം മാർഗദർശിയാണ്. ആനുകാലികങ്ങളിൽ ലേഖനങ്ങളും കവിതകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാതൃഭൂമി ഓൺലൈൻ പുസ്തക നിരൂപണം നടത്തുന്നു. ആദ്യ കവിതാ സമാഹാരമായ ചിപ്സിപ്പെണ്ണിന് ഇന്ത്യൻ ട്രൂത്ത് കവിതാ പുരസ്കാരവും വള്ളത്തോൾ കവിതാ പഠനത്തിന് സാഹിത്യ മഞ്ജരി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അനുഭൂതി വിചാരങ്ങൾ എന്ന കഥാപഠനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുന്നംകുളം ശ്രീ വിവേകാനന്ദ കോളേജിൽ മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുന്നു. ഏറെ സ്നേഹത്തോടെ എഴുത്തനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി കല ടീച്ചറെ ക്ഷണിക്കുന്നു. ഹലോ, കേൾക്കാനുണ്ടോ? കേൾക്കാം. എന്റെ പുസ്തകം വായനയ്ക്കും ചർച്ചയ്ക്കും എടുത്തതിൽ വലിയ സ്നേഹം അറിയിക്കുകയാണ്. ആദ്യം തന്നെ ഇത് ഇന്നലെയാണ് കൃഷ്ണകുമാർ സാർ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇന്ന്, ഇപ്പൊ എന്നെ കാണുന്നുണ്ടല്ലോ അല്ലെ, ഞാൻ കോളേജിൽ നിന്ന് എത്തിയിട്ട് കുറച്ചു നേരമായിട്ടുള്ളൂ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിലെല്ലാം ഇന്ന് ഇലക്ഷൻ ആണല്ലോ. അപ്പൊ ഞങ്ങളുടെ കോളേജില് കുറച്ച് പ്രശ്നഭരിതമായ അന്തരീക്ഷമായിരുന്നു കഴിഞ്ഞ വർഷം. ഈ വർഷം സമാധാനമായിട്ട് എല്ലാം തീർന്നു. പക്ഷെ തിരിച്ച് എത്താനായിട്ട് വൈകി. കുറച്ച് ട്രാഫിക് ബ്ലോക്കും ഒക്കെ ആയിട്ട് എത്തിയിട്ടേ ഉള്ളൂ. വീട്ടിൽ വന്ന് കുളിച്ച് ഒന്ന് ഫ്രഷായി വന്നിട്ടേ ഉള്ളൂ. അപ്പൊ എനിക്ക് യാത്രകളെ കുറിച്ച് പറയാനുള്ള, അതിനു മുമ്പായിട്ട് എൻ്റെ പുസ്തകം അവതരിപ്പിച്ച ഐശ്വര്യ എന്നല്ലേ പേര്, കുട്ടിക്ക് എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. വിശദമായിട്ടുള്ള വായനയാണ് നടത്തിയിട്ടുള്ളത്. ഐശ്വര്യാണ് അല്ലേ? ഹായ്. ഇപ്പൊ ഐശ്വര്യ പറഞ്ഞതിൽ നിന്നാണ് മനസ്സിലായത് ലത ടീച്ചറുടെ ചേച്ചിയുടെ കുട്ടിയാണ് എന്നുള്ള കാര്യം. കാശ്മീർ യാത്ര അത്യാവശ്യം സാഹസികത നിറഞ്ഞൊരു യാത്രയായിരുന്നു. അധികം യാത്രാനുഭവം ഒന്നും ഇല്ലാത്ത ആളാണ് ഞാൻ. യാത്രകൾ ഇഷ്ടമാണ്, പക്ഷെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനൊന്നും സ്വയം ഇറങ്ങാൻ ഇപ്പോഴും അത്ര പ്രാപ്തയായിട്ടില്ല. സുഹൃത്തുക്കളുടെ ഒപ്പം ഇറങ്ങിത്തിരിക്കാൻ ഒക്കെ കുറെ മടിച്ചും പിൻവാങ്ങിയും ഒക്കെ, സാധാരണ എല്ലാ സ്ത്രീകളുടെയും പോലെ തന്നെ അങ്ങനെ ഒരു സ്വഭാവക്കാരിയായിരുന്നു. എന്നാൽ ഉള്ളിൽ അമിതമായ ആഗ്രഹമുണ്ട്. യാത്ര എന്ന് പറയുന്നത് എപ്പോഴൊക്കെയോ എൻ്റെ മനസ്സിൽ കയറി കൂടിയിട്ടുള്ളതാണ്. അപ്പൊ കവിത എഴുതുന്നതും കഥ എഴുതുന്നതും ഒക്കെ പോലെ തന്നെ സന്തോഷം നിറഞ്ഞ, അല്ലെങ്കിൽ എന്നെ തന്നെ പുതുക്കുന്ന ഒരു അനുഭവമാണ് യാത്ര എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ 4 സ്ത്രീകൾ തീരുമാനിക്കുകയാണ്, പോവാം, നമുക്ക് കാശ്മീരിലേക്ക് പോകാം. ചാടി പുറപ്പെടുന്നു. എന്നിട്ട് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു. പക്ഷെ അതും യാത്രയുടെ ഒരു രസമായിട്ട് തന്നെയാണ് ഇപ്പൊ ഓർക്കുമ്പോൾ തോന്നുന്നത്. കുറച്ച് സാഹസികതകൾ, ആദ്യമായിട്ട് കുതിരപ്പുറത്ത് കയറുന്നതും തീർച്ചയായിട്ടും ഒരിക്കലും കയറാൻ സാധിക്കില്ല, അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം ഒന്നും പോകുമ്പോൾ ചിലപ്പോൾ അതൊന്നും ചെയ്തു എന്ന് വരില്ല. നമുക്ക് പറ്റാത്തൊരു കാര്യം ചെയ്യാൻ കുടുംബം പ്രോത്സാഹിപ്പിക്കില്ല. പക്ഷെ സുഹൃത്തുക്കളോടൊപ്പം പോകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ കുറവാണ് എന്നുള്ള ഒരു ധൈര്യം നമുക്ക് കിട്ടുന്നുണ്ട്.
അങ്ങനെ പുറപ്പെട്ടു പോയതാണ് 4 പേരും. അത് നേരത്തെ പറഞ്ഞതുപോലെ അത്യാവശ്യം സാഹസികത നിറഞ്ഞതായിരുന്നു. വൈഷ്ണോദേവി ക്ഷേത്രത്തിലൊക്കെ പോയിട്ടുള്ള അനുഭവം വെച്ച് പറയുമ്പോൾ. അപ്പൊ നമ്മളുടെ നാട്ടിൽ നമ്മൾ കാണുന്ന, നിത്യം കാണുന്ന മനുഷ്യരോ അല്ലെങ്കിൽ സ്ഥലങ്ങളോ ഒന്നുമല്ല പുറത്തേക്ക് പോകുമ്പോൾ നമ്മളുടെ കംഫർട്ട് സോൺ വിട്ടിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ ഭൂപ്രകൃതിയും മനുഷ്യരും അവരുടെ ജീവിത രീതിയും അവരുടെ കുടുംബവും ഒക്കെ എന്താണെന്ന് അറിയാനുള്ള ഒരു കൗതുകം എല്ലാം നമുക്ക് ഉണ്ടാവുമല്ലോ. ഇനി ഭൂട്ടാനിലെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഇതുപോലെ തന്നെ സുഹൃത്തുക്കളൊപ്പാണ് ഞാൻ ഭൂട്ടാനിലേക്ക് യാത്ര പോയിട്ടുള്ളത്. അത് ഭൂട്ടാനിലെ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടുത്തെ സ്ത്രീകളുടെ ഒരു സ്വതന്ത്ര ജീവിതമാണ്. ഇപ്പൊ നമ്മൾ ഈ നേരത്തൊക്കെ തെരുവിൽ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളിങ്ങനെ രാത്രി നടത്തത്തിന് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് തെരുവിലൂടെയൊക്കെ സ്ത്രീകൾ ഇങ്ങനെ സ്വസ്ഥമായിട്ട് സഞ്ചരിക്കുന്നത് കാണാം. അവിടെ അങ്ങനെ ആർക്കും ആരെയും ഭയമില്ല. അതൊരു വലിയ കാര്യമാണെന്ന് തോന്നുന്നു. ഇപ്പൊ സന്തോഷം ഒരു ദേശത്തിന്റെ വളർച്ചാ സൂചകമായിട്ടൊക്കെ കാണുന്ന നേരത്ത് എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത് എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും സാമ്പത്തിക പുരോഗതി മാത്രമല്ല, അവിടുത്തെ മനുഷ്യര്, പ്രത്യേകിച്ച് സ്ത്രീകളോട് ആ രാജ്യം എങ്ങനെ പെരുമാറുന്നു, സ്ത്രീകളെ ആ രാജ്യം എങ്ങനെ കാണുന്നു, അല്ലെങ്കിൽ എങ്ങനെ അവരുമായി ഇടപെടുന്നു, അത് വളരെ പ്രധാനമാണ്. ഏത് പാതിരയ്ക്കും വളരെ സ്വതന്ത്രമായിട്ട് നടക്കാൻ, അല്ലെങ്കിൽ നമ്മളുടെ പുറകിൽ ആരോ ഉണ്ട് എന്നുള്ള ഭീതിയില്ലാതെ സഞ്ചരിക്കാൻ, എവിടെയും സഞ്ചരിക്കാൻ, വാഹനങ്ങളിലാവട്ടെ അല്ലെങ്കിൽ വെറുതെ റോഡിലൂടെ നടക്കാൻ പറ്റുന്ന ഒരു ദേശമായിട്ട്, ഒരു രാജ്യമായിട്ടാണ് എനിക്ക് ഭൂട്ടാൻ അനുഭവപ്പെട്ടത്. ആർക്കും ആരെയും അത്ര വലിയ തിടുക്കപ്പെടുത്തലുകളില്ല. അപ്പൊ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ തന്നെ എളുപ്പമാണ്. അധികം വാഹനങ്ങളും ഇല്ല, അതും പ്രത്യേകതയാണ്. ധാരാളം പർവ്വതങ്ങളുള്ള ഇടമാണല്ലോ, അപ്പൊ അധികം വാഹനങ്ങളില്ല. മനുഷ്യർക്ക് തിരക്ക് കുറവാണ്, പൊതുവെ സ്വസ്ഥതയുണ്ട്. പൊടിപടലങ്ങൾ കുറവാണ്. അപ്പോൾ ഒരു മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ, അത് ഞാൻ അതില് എഴുതിയിട്ടില്ലെന്ന് തോന്നുന്നു, വളരെ സവിശേഷമായ ഒരു കാര്യം എനിക്ക് തോന്നിയത് വൃത്തിയുടെ കാര്യത്തിലാണ്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ, ഇപ്പൊ ഞങ്ങളുടെ തൃശ്ശൂര് ശക്തൻ മാർക്കറ്റില് അടുത്തു എന്ന് ബോധ്യമാവ ദുർഗന്ധം കൊണ്ടാണ്. പക്ഷെ ഭൂട്ടാനിലെ മാർക്കറ്റുകൾ പോയി കഴിഞ്ഞാൽ വൃത്തി കൊണ്ട് നമ്മൾ അന്തം വിട്ട് നിന്ന് പോകും. അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലേ. അപ്പൊ ഞാൻ പുസ്തകത്തില് ആ ഒരു കാര്യം, അതായത് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ, മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന ആ ശബ്ദ കോലാഹലങ്ങള്, അതുപോലെ അവിടെ ഇവിടെയും ചീഞ്ഞതും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങൾ വലിച്ചിട്ടിട്ടുള്ളതിന്റെ ദുർഗന്ധം, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുമ്പോൾ ആൾക്കാർ നടത്തുന്ന കമന്റ്സ്, ഇതൊന്നും ഇല്ലാതെ വളരെ സ്വസ്ഥമായിട്ടുള്ള ഇടങ്ങളാണ് മാർക്കറ്റുകൾ. മാത്രമല്ല ഓരോന്നും വൃത്തിയോടുകൂടി തരംതിരിച്ചു വെച്ചിട്ടുണ്ട്. ഒരു കേടായ ഒരു ലിച്ചിപ്പഴം പോലും അവിടെ ഇവിടെ ഒന്നും ഇടുന്നില്ല അവര്. കച്ചവടക്കാരിലും ഭൂരിഭാഗവും സ്ത്രീകളാണ്. ഞങ്ങൾ രാത്രി മാർക്കറ്റിലാണ് പോയത്. വളരെ ലൈവാണ് മാർക്കറ്റ്, സ്ത്രീകളാണ് കൂടുതലും കച്ചവടം നടത്തിയിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രത്യേകതകൾ അവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. മിക്കവാറും അവിടെ കുറച്ചുകൂടി അയഞ്ഞൊരു കുടുംബ ഘടനയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വളരെയധികം റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. വിവാഹത്തെ സംബന്ധിച്ച് അവർക്ക് അവരുടെ രാജ്യത്തെ പൗരന്മാരായിരിക്കണം എന്നുള്ള ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അതല്ലാതെ ഈ പറഞ്ഞതുപോലെയുള്ള കടുത്ത നിയമങ്ങളൊന്നും അവരെ ബാധിക്കുന്നില്ല. മാത്രമല്ല അവരുടെ ഒരു ജീവിത രീതി എന്ന് പറയുന്നത്, അവര് നല്ല അധ്വാനശീലരാണ്. നന്നായിട്ട് അധ്വാനിക്കണം. പ്രത്യേകിച്ച് പർവ്വത മേഖലകളിലുള്ളവരാകുമ്പോൾ അവർക്ക് മലകയറ്റവും മറ്റ് ഉയരങ്ങളിലേക്കുള്ള അവരുടെ യാത്രയും ഒക്കെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മളെ സംബന്ധിച്ച് അത് വളരെ സ്ട്രെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് അവർക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഉള്ള ചില പ്രത്യേകതകള്. മാത്രമല്ല അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം, ആ സ്കൂളിലൊക്കെ പോകാൻ എനിക്ക് പറ്റി. ഇപ്പം നിങ്ങളുടെ ഈ കോളേജ് ട്രെയിനിങ് കോളേജ് ആണല്ലോ, അപ്പൊ അധ്യാപകരാകാൻ പോകുന്ന വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്ന ഇടമാണല്ലോ. അപ്പൊ ഞങ്ങൾക്ക് അവിടെ ഉഗൈൻ സ്കൂൾ സന്ദർശിക്കാൻ അവസരം ഉണ്ടായി. അവിടുത്തെ സ്കൂളിന്റെ സിസ്റ്റം വളരെ അച്ചടക്കമുള്ള സ്കൂളാണ്. മാത്രമല്ല അവര് രാത്രികാലങ്ങളിൽ സ്കൂളിൽ ഇരുന്ന് പഠിക്കുന്ന ഒരു രീതിയൊക്കെ കണ്ടു. ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികള്, ഗേൾസ് ഇല്ല,
ഗേൾസ് ഹോസ്റ്റലിൽ തന്നെ സ്റ്റേ ചെയ്യാണ്. ബോയ്സ് രാത്രി കാലങ്ങളിൽ പഠിക്കുന്നു. മാത്രമല്ല അവിടെ പ്ലേ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. രാത്രിയിൽ അവർക്ക് കളിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളൊക്കെയുള്ള ഇടമുണ്ട്. അപ്പൊ അവിടെ +2 വരെ വിദ്യാഭ്യാസം അവർക്ക് സൗജന്യം തന്നെയാണ്. അങ്ങനെയുള്ള ഒരു സിസ്റ്റം അവിടെ കണ്ടു. പിന്നെ ജനാധിപത്യ വ്യവസ്ഥിതി പ്രകാരമാണ് തിരഞ്ഞെടുപ്പൊക്കെ എങ്കിൽ കൂടി അതില് രാജകുടുംബത്തിന്റെ വ്യക്തമായ നിയന്ത്രണമുണ്ട്. അതിന് നമുക്ക് ഇപ്പം ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ അങ്ങനെയല്ല. രാജാവിന്റെ പ്രതിനിധി എന്ന നിലയ്ക്കൊക്കെയാണ് ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന മന്ത്രിസഭ നിലകൊള്ളുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ്, ഭരണഘടന രീതി അങ്ങനെയാണ്. പിന്നെ രാജാവിന്റെ കുറച്ച് എല്ലായിടത്തും എല്ലാ പൊതു ഇടങ്ങളിലും രാജാവിന്റെയും അതുപോലെ തന്നെ മറ്റ് രാജകുടുംബാംഗങ്ങളുടെയൊക്കെ ചിത്രം വെച്ചിട്ടുണ്ടാവും. ഇവിടെ നിന്ന് പ്രധാനമന്ത്രി സന്ദർശിച്ച സമയത്തും ഇതുപോലെ ഉള്ള ഒരു ചിത്രം, അങ്ങനെ രാജകുടുംബാംഗങ്ങളുമായിട്ടുള്ള ചിത്രമൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു യാത്ര എന്ന് പറയുന്നത് ഒരുപാട് കാലമായിട്ടൊന്നുമില്ല ഞാൻ യാത്ര ചെയ്ത് തുടങ്ങിയിട്ട്. കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക. കൂടുതലും താല്പര്യം സുഹൃത്തുക്കൾക്കൊപ്പം പോകാൻ തന്നെയാണ്. അതായത് നമ്മളുടെ ഒരു ഒരേ വൈബ് എന്നൊക്കെ പറയില്ലേ, ഒരേ ചിന്താഗതിയുള്ള മനുഷ്യർ ചേർന്ന് പോകുന്ന യാത്രകൾക്ക് സൗന്ദര്യം കിട്ടും. നമ്മൾ കാണുന്ന ഇടങ്ങള്, നമ്മൾക്ക് പ്രത്യേകിച്ച് കാണാനുള്ള ഇടങ്ങള്, താല്പര്യം തോന്നുന്ന ഇടങ്ങളൊക്കെ എല്ലാവർക്കും സമാനമായിരിക്കും. പിന്നെ ഇത്ര സമയം ഒന്നിനു മുൻപിൽ ചെലവഴിക്കണം എന്നുള്ളതും വളരെ പ്രധാനമാണല്ലോ. അപ്പോൾ ഒരേ അഭിരുചിയുള്ള മനുഷ്യരാകുമ്പോൾ നമ്മൾ കാണുന്ന ചരിത്ര സ്മാരകങ്ങൾക്ക് കുറച്ചുകൂടി മൂല്യം ഉള്ളതായിട്ട് തോന്നും. പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് ഒരുപാട് ഫോട്ടോസ് എടുക്കുക എന്നുള്ള ഒരു ഭ്രമം ഞങ്ങളുടെ കൂട്ടത്തിൽ ആർക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോകുന്ന സ്ഥലത്തെ നമ്മുടെ തുറന്ന കണ്ണുകൾ കൊണ്ട് തന്നെ ആസ്വദിക്കാൻ പറ്റി എന്നുള്ളത് പ്രധാനമാണ്. ഇപ്പോ യാത്ര ചെയ്യുമ്പോൾ ഒരു വലിയ പ്രശ്നം, എല്ലായിടത്തും പോയി ഫോട്ടോ എടുക്കാൻ മാത്രം ചെലവഴിക്കുന്ന കുറെ നേരങ്ങളുണ്ടല്ലോ. അതിന് പകരം ഒന്നിച്ച് ഒരു ചരിത്ര സ്മാരകത്തിൽ പോവുകയാണെങ്കിൽ ഒന്നിച്ച് അവിടെ പോയിട്ടൊന്ന് ഫോട്ടോ എടുക്കുന്നു, തിരിച്ചു വരുന്നു, അങ്ങനെയാണ്. അപ്പൊ ആ സ്ഥലത്തെ പൂർണ്ണമായിട്ട് നമ്മൾ ആസ്വദിക്കുന്നത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് തന്നെയാണ്. അപ്പോ അതില് ഒരു ചുരം കയറുന്നുണ്ട്. ആ ചുരം കയറുന്നത് വലിയൊരു അനുഭവമായിട്ട്, ചെലേല പാസും അതുപോലെയുള്ള ദോജുല അവിടെയും ഹിമാലയത്തിന്റെ ഒരു ഭാഗം കാണാൻ പറ്റി എന്നുള്ളത് സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ അവിടുത്തെ ഭക്ഷണ രീതി, ഇതെല്ലാം ഞാൻ അതില് പുസ്തകത്തിൽ വിശദാക്കിയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം മനുഷ്യരുടെ ഈ ഒരു പ്രകൃതാണ്. ശാന്തപ്രകൃതം, പൊടിപടലങ്ങളില്ലാത്ത അന്തരീക്ഷം, വൃത്തിയുള്ള അന്തരീക്ഷം, തിരക്കില്ലാത്ത മനുഷ്യര്, ഇതൊക്കെ വളരെ പ്രധാനമായിട്ട് തോന്നി. അപ്പൊ ഞാൻ അവസാനത്തെ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, ഇന്ത്യയിലെത്തി എന്നുള്ള ഒരു തോന്നല് ഭയങ്കരമായിട്ടുണ്ടായത് വാഹനങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ്. നമ്മള് അതിർത്തി കടന്ന് അപ്പുറത്തേക്ക് എത്തിയപ്പോഴത്തേക്കും നമ്മളുടെ മേലെ കൂടെ വാഹനങ്ങൾ മുട്ടിയോ ഇല്ലയോ എന്നുള്ള ഭയപ്പാടോടുകൂടി നമ്മൾ റോഡിൽ നിന്ന് മാറി നടക്കുന്ന ഒരിടം എത്തിയപ്പോഴാണ്, ഭൂട്ടാനിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു ഭയം ബാധിച്ചിരുന്നില്ല. തെരുവുകളിലൊക്കെ ഇറങ്ങി നടക്കുമ്പോഴും നമ്മളെ മുട്ടിയുരുമ്മി വാഹനങ്ങൾ പോകുന്നില്ല എന്നുള്ളതാണ് ഒരു സന്തോഷം തോന്നിയത്. അങ്ങനെ പിന്നെ ഭൂട്ടാൻ യാത്ര കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് നാളായി. ഞാനിത് പുസ്തകമാക്കണം എന്ന് വിചാരിച്ച് എഴുതി തുടങ്ങിയതേ അല്ലായിരുന്നു. സാധാരണ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു, കാശ്മീർ യാത്രയെ കുറിച്ചും ഫേസ്ബുക്കിൽ എഴുതിയിട്ടിരുന്നു. പക്ഷെ എന്റെ അനുഭവങ്ങൾ തുടർച്ചയായിട്ട് എഴുതിയിട്ടപ്പോൾ കുറെ പേര് പറഞ്ഞു, അയ്യോ ഇത്രയ്ക്കും അപകടകരമായാണോ യാത്ര ചെയ്തത് എന്നൊക്കെ ചോദിച്ചു തുടങ്ങിയപ്പോ ഞാനത് നിർത്തി. സത്യസന്ധമായി എഴുതിയിട്ടതാണ്. ഇനി അത് ഞങ്ങളുടെ ഒരു അനുഭവമാണ്. എല്ലാവരും യാത്ര ചെയ്യുന്നുണ്ട്, പക്ഷെ എല്ലാവരും ചെയ്യുന്നത് ഒരേ ഇടത്തേക്കാണെങ്കിൽ കൂടി വ്യത്യസ്ത അനുഭവങ്ങളാണ്. ഇപ്പൊ ഞാൻ കണ്ട ഭൂട്ടാൻ എന്നുള്ളത് ഞാൻ മാത്രം കാണുന്ന ഭൂട്ടാനാണ്. എന്റെ ഭൂമിക വേറെയാണ്. എന്റെ കൂടെയുള്ള ഒരാള് കാണുന്ന ഭൂട്ടാൻ മറ്റൊന്നാണ്. അപ്പൊ
അത്രയേ ഉള്ളൂ. അതിന്റെ കാര്യത്തിൽ വ്യത്യാസം അത്രയേ ഉള്ളൂ. അപ്പൊ കാശ്മീർ യാത്ര പിന്നെ ഞാൻ എഴുതുന്നത് നിർത്തി. പിന്നെ അത് ശ്രദ്ധിച്ചില്ല. അതിനുശേഷമാണ് പിന്നത്തെ വർഷമാണ് ഭൂട്ടാനിൽ പോകുന്നത്. ഭൂട്ടാനിൽ പോയിട്ട് ഇങ്ങനെ കുറിപ്പുകളായിട്ട് FB-യിൽ ഒരു കൗതുകത്തിന് പോയ സ്ഥലങ്ങളെ കുറിച്ച് വീണ്ടും എനിക്ക് തന്നെ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ആ ഒരു എല്ലാ സൂക്ഷ്മാംശങ്ങളും ഓർത്തെടുക്കാൻ പറ്റില്ല. നമ്മളുടെ ഓർമ്മ അങ്ങനെയാണല്ലോ. അപ്പൊ അത് ഞാൻ തന്നെ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കൗതുകത്തിൽ എഴുതി തുടങ്ങിയതാണ്. പക്ഷെ അത് ഒരുപാട് ഗ്രൂപ്പുകളിലേക്കൊക്കെ പ്രചരിക്കുകയും കുറെ പേര് എഴുതൂ എന്ന് പറയുകയും ചില ഓൺലൈൻ മീഡിയാസ് ഒക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴാണ് മാതൃഭൂമിയിൽ നിന്ന് ചോദിച്ചത് അതൊരു പുസ്തകമാക്കൂ എന്ന് പറയുന്നത്. അങ്ങനെ അത് പുസ്തക രൂപത്തിലേക്ക് എഴുതി. തിടുക്കപ്പെട്ട് എഴുതിയത് തന്നെയാണ്. അത് എൻ്റെ ഡേ ടു ഡേ ലൈഫിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നിത്യജീവിതത്തിന്റെ പ്രാരബ്ധങ്ങൾ വന്നു നമ്മളുടെ ആ ഓർമ്മകൾക്ക് മീതെ അടയിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഓർമ്മകളെ സ്വതന്ത്രമാക്കി വെക്കുക എന്നുള്ളത്, എഴുതി വെക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ടാസ്ക്. അത് ഞാൻ പെട്ടെന്ന് ചെയ്തുകൊണ്ട് തന്നെ ഒരു കുഞ്ഞു പുസ്തകമാണ്. പിന്നെ എനിക്ക് തോന്നി അത്രയും മതി എന്ന് തോന്നി. ഇപ്പൊ ആഴത്തിലുള്ള ഒരു പഠനമോ ചരിത്ര ഗ്രന്ഥമോ ഒന്നുമല്ല. അതൊരു യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് ഒരു കുഞ്ഞു പുസ്തകം വായിക്കാനും, ഭൂട്ടാനിൽ പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് എടുത്തു വായിക്കാം. അല്ല ഇനി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് എടുത്തു വായിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു പുസ്തകം, അത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് വായിച്ചിട്ട് യാത്ര ചെയ്യാനും ഭൂട്ടാനിൽ പോകാനും ഒക്കെ തോന്നിയ ചിലരുണ്ട്. ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ള ചില ഇടങ്ങളിൽ പോയിട്ട് ആ സ്റ്റാമ്പ് ഉണ്ടാക്കുന്നിടത്ത് പോയിട്ട് സ്വന്തം ഫോട്ടോ വെച്ചിട്ട് സ്റ്റാമ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനെ കുറിച്ച് അനുഭവം എഴുതിയവരുണ്ടായിരുന്നു. അത് വലിയ സന്തോഷം തോന്നി. കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല. ആ ഇടത്ത് പോയി, പക്ഷെ ആ ഒരു ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മളുടെ ചില തിരക്കുകൾ നിമിത്തം വേറെ സ്ഥലത്തേക്ക് പോയി. പക്ഷെ അവിടെ പോയിട്ട് അത് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഇഷ്ടമായി. അങ്ങനെയൊക്കെ പറ്റിയല്ലോ. അപ്പൊ അതിനൊരു വഴികാട്ടിയാകാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് അറിയിക്കാനോ എനിക്ക് പറ്റിയല്ലോ. അങ്ങനെ ഉണ്ടായി. അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായി. ഇത് വായിച്ചിട്ട് ആർക്കെങ്കിലും യാത്ര ചെയ്യാൻ തോന്നിയാല് അത് വലിയ കാര്യം തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ തനിയെ യാത്ര ചെയ്യുക എന്നുള്ളത് മറ്റൊരു അനുഭവമായിരിക്കും. സുഹൃത്തുക്കളുടെ ഒപ്പം യാത്ര ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോ എല്ലാവരും അതായത് സ്ത്രീകളുടെ യാത്രകൾ എന്ന് പറയുന്നത് അല്പം റിസ്ക് ആണ്. അതായത് വീട്ടിലെ എല്ലാ പണികളും ഒതുക്കി വെച്ച് ഇറങ്ങുന്ന ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും സൗകര്യങ്ങൾ ചിലപ്പോൾ നോക്കേണ്ടി വരും, എല്ലാവരുടെയും ഒഴിവുകൾ നമ്മൾ നോക്കേണ്ടി വരും. എന്നാൽ കൂടി ഇറങ്ങുക എന്നുള്ളത് തന്നെ അതിൽ പറയാനുള്ളൂ. വീട്ടിൽ നിന്ന് ഇറങ്ങുക, എന്നാൽ മാത്രമേ നമുക്ക് യാത്ര തുടങ്ങാൻ പറ്റൂ എന്നാണ് എൻ്റെ ഒരു അനുഭവം. ഇറങ്ങാനാണ് പാട്. ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കയറാൻ മടിയാകും. അത്രയും യാത്രകൾ നമ്മളെ ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കും, വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ യാത്രയുടെ ഒരു സൗന്ദര്യം, ഒരു സുഖം ഒരിക്കൽ അറിഞ്ഞു കഴിഞ്ഞാല് അതിന് പിറകിലുള്ള കഷ്ടപ്പാടുകളൊക്കെ നമ്മൾ മറന്നുപോകും. ഒരു ഇടത്തെത്തിയിട്ട് ഇപ്പൊ 10,400 അടി ഉയരമുള്ള ടൈഗർ നെസ്റ്റിലെ എങ്ങനെ കയറും ഇപ്പോഴാലോചിച്ചു കഴിഞ്ഞാല് പറ്റില്ല. അയ്യോ ഇത്രയും ഉയരത്തില്, പക്ഷെ കയറി എന്നുള്ളതാണ്. കയറി. ഇനി ചിലപ്പോ ജീവിതത്തിൽ ഒരിക്കലും കയറാൻ പറ്റുമായിരിക്കില്ല, പക്ഷെ കയറി, ആ ഒരിക്കൽ കയറി എന്നുള്ള ആ ഒരു അനുഭവം അത് നമ്മുടെ ജീവിതകാലം മുഴുവൻ ആ ഒരു അനുഭൂതി ഉണ്ടായിരിക്കും. അത് മതിയല്ലോ ജീവിതത്തില്, അല്ലെ? ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നു, ആവർത്തനങ്ങളായി കടന്നു പോകുന്നു. അതിനിടയ്ക്ക് നമ്മളെ ഒന്ന് വഴിതെറ്റിച്ച് കൊണ്ടുപോകുന്ന ഇത്തരം യാത്രകളാണല്ലോ ജീവിതത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഓർത്തു വെക്കാൻ ഇതൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഡേ ടു ഡേ ലൈഫിൽ നിന്നുള്ള ഒരു മോചനം എന്നതിലുപരിയായിട്ട് നമ്മളെ തന്നെ ജീവിപ്പിക്കുന്ന അല്ലെങ്കിൽ പുനരുജ്ജീവിപ്പിക്കുന്ന ഒന്നായിട്ട് യാത്രകളെ കാണാനാണ് എനിക്കിഷ്ടം. ഇടുങ്ങിയ മനസ്ഥിതി ഉള്ള നമ്മളെ പോലുള്ള മനുഷ്യരൊക്കെ യാത്ര ചെയ്തു കഴിഞ്ഞാല് മനസ്സ് കുറെ കൂടെ വിശാലമാകും, പുതിയ മനുഷ്യരെ കാണാൻ പറ്റും. പിന്നെ പുതിയ ജീവിത രീതികൾ, മനുഷ്യരെങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്, പ്രതികൂല സാഹചര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അതൊക്കെ പഠിക്കാൻ പറ്റി, കുറെയൊക്കെ അങ്ങനെ കാണാൻ പറ്റി. അതെല്ലാം മുതൽക്കൂട്ടാണ് നമ്മൾക്ക് നമ്മളുടെ സ്വസ്ഥ ജീവിതം. ഇപ്പൊ കാശ്മീരിൽ പോയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള പ്രധാനപ്പെട്ട സംഗതി എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്
കേരളത്തിൽ ജനിച്ചു എന്നുള്ളത് ഭാഗ്യമായിട്ട് തോന്നി. കേരളത്തിൽ സ്ത്രീയായി ജനിച്ചു എന്നുള്ളത് ഭാഗ്യമായി തോന്നി. കാരണം അവിടെയൊന്നും പെൺകുട്ടികൾ എഡ്യൂക്കേഷൻ ഇല്ല. അവർക്ക് 10ാം ക്ലാസ് ഏറി വന്നാൽ +1 +2 പോകുന്നു. അപ്പോഴത്തേക്ക് അവർ പഠിപ്പ് അവസാനിപ്പിക്കുകയും വിവാഹം കഴിഞ്ഞ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് വിദ്യാഭ്യാസത്തെക്കുറിച്ച് അത്ര വലിയ സങ്കല്പങ്ങളൊന്നുമില്ല. അപ്പൊ എനിക്ക് തോന്നി കേരളത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയ്ക്കും വിദ്യാഭ്യാസം നേടാനും ജോലി നേടാനും സ്വന്തം കാലിൽ നിൽക്കാനും ഒക്കെയുള്ള ഒരു അവസരം ഉണ്ടായിട്ടുള്ളത്. മറ്റു പല സംസ്ഥാനങ്ങളും, ഇന്ത്യയിൽ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലും ആയിരുന്നെങ്കിൽ ഇത് സാധിക്കുമായിരുന്നില്ല. അപ്പൊ ഒരുപാട് കടമ്പകളുണ്ട് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച്. മാത്രമല്ല മെഡിക്കൽ രംഗത്തായാലും ഇപ്പൊ കാശ്മീരിൽ ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് കിലോമീറ്ററുകൾ യാത്ര ചെയ്തിട്ടാണ് ഒരു മെഡിക്കൽ ഷോപ്പ് കണ്ടുകിട്ടിയത്. അത് കുറച്ച് ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടായപ്പോൾ നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് ഗുളിക വേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് കാശ്മീരി ഡ്രൈവർ തന്നെയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അന്വേഷിച്ച് പോയിട്ട് എത്ര കിലോമീറ്ററുകൾ കഴിഞ്ഞിട്ടാണെന്ന് ഒരു മെഡിക്കൽ ഷോപ്പ് കണ്ടുകിട്ടിയത്. അത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾക്കറിയാം, നമ്മൾക്ക് എല്ലാ മൂലയ്ക്കിലും എല്ലാ ജംഗ്ഷനിലും മെഡിക്കൽ ഷോപ്പുകളുണ്ട്, മരുന്നുകളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്, എല്ലാം ഉണ്ട്. അത്രയും വികസിതമായിട്ടുള്ള ഒരു സംസ്ഥാനത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. വിദ്യാഭ്യാസപരമായിട്ട് ഏറെ മുന്നിലാണ്. അപ്പോൾ കേരളത്തിൽ ഒരു സ്ത്രീയായി ജനിക്കാൻ പറ്റി എന്നുള്ളത് ഭാഗ്യമായിട്ട് തന്നെയാണ് എനിക്ക് അവിടെ പോയപ്പോൾ തോന്നിയത്. നല്ല ഭൂപ്രകൃതിയാണ്, അതിസുന്ദരന്മാരും സുന്ദരികളുമായിട്ടുള്ള മനുഷ്യരാണ് കാശ്മീരിലുള്ളത്. പക്ഷേ വിദ്യാഭ്യാസം കുറവാണ്. ഞങ്ങളുടെ ഡ്രൈവർമാരൊക്കെ ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർമാരൊക്കെ ചെറിയ പയ്യന്മാരാണ്. അവര് കാണാൻ നല്ല ഭംഗിയാണ് അവരെ കാണാൻ. ഫിലിം സ്റ്റാർസിന്റെ പോലെയുള്ള, ഋത്തിക് റോഷനെ പോലെയുള്ള ആൾക്കാരൊക്കെയാണ് കുതിരക്കാര്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. പക്ഷെ എഡ്യൂക്കേഷൻ ഇല്ല. എന്നാൽ അവർ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്, ഒരുപക്ഷെ നമ്മളെക്കാൾ അധികം. അവർക്ക് നന്നായിട്ട് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് നേടിയെടുക്കുന്ന ഒന്നാണ്. എന്നാൽ അവരുടെ ഒരു വിദ്യാഭ്യാസ നിലവാരം കുറവാണ്. ഏറി വന്നാൽ +2. പെൺകുട്ടികൾ അത്രയും പോകുന്നില്ല എന്നാണ് തോന്നുന്നത്. അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായി, സ്വയം തിരിച്ചറിവുകൾ ഉണ്ടായി, മനുഷ്യരുമായിട്ട് ഇടപഴകുമ്പോൾ ഉണ്ടാകുന്ന പുതിയ പ്രതിസന്ധികളും പുതിയ അനുഭവങ്ങളും ഒക്കെ ഉണ്ടായി. അത് യാത്ര തന്നിട്ടുള്ള ഒന്നാണ്. ഇപ്പൊ സ്ഥിരം യാത്ര ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അത് വലിയ കാര്യമായി തോന്നണമെന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച്, അധികം യാത്രയൊന്നും ചെയ്യാത്ത ഒരു സ്ത്രീ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ച് അത് വലിയ അനുഭവങ്ങളുടെ ഉറവിടം തന്നെയായിരുന്നു. പുസ്തകം എല്ലാവരും വായിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഭൂട്ടാനെ കുറിച്ച് ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. പിന്നെ ഞാൻ അനുഭവിച്ച ചില കാര്യങ്ങളുണ്ട്, എന്റേതായിട്ടുള്ള അനുഭൂതിയുണ്ട്. അത് നമുക്ക് പുസ്തകത്തിൽ പകർന്നു വെക്കാനും പറ്റില്ലല്ലോ. അപ്പൊ യാത്രാനുഭവം വായിക്കുമ്പോൾ നമുക്ക് യാത്ര പോകണം എന്നുള്ള തോന്നലുണ്ടാവാം, അവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞു വെക്കാം. പക്ഷെ അത് അനുഭവിക്കണമെങ്കിൽ നമ്മൾ അവിടെ പോകണം. അതാണ് ആ അനുഭൂതി. റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒന്ന് വേറെ തന്നെയാണല്ലോ. അത് കിട്ടണമെങ്കിൽ നമ്മൾ യാത്ര ചെയ്യണം, വീട്ടിൽ നിന്ന് ഇറങ്ങണം. വീട് വിട്ടുപോകാനുള്ളതാണ് എന്ന് പറയും അല്ലേ? അപ്പൊ വീട് ധാതുവിൽ നിന്നാണ് വീടുണ്ടായതെന്നൊക്കെ എൻ്റെ അധ്യാപകര് പറയാറുണ്ട് MA ക്ലാസ്സിലൊക്കെ, കേരളോർമയില്. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ വല്ലോണം വീടെത്തിയാൽ മതി എന്ന് വിചാരിച്ചിട്ട് ഓടിപ്പടഞ്ഞെത്തുന്നവരാണ് എല്ലാ സ്ത്രീകളും. പുരുഷന്മാർക്ക് അങ്ങനെ അത്രയ്ക്ക് തിരക്ക് ഉണ്ടാവില്ലായിരിക്കും വീടെത്താനായിട്ട്. പക്ഷെ സ്ത്രീകളെല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഈ ഘടികാരം അല്ലെ, ബയോളജിക്കൽ ക്ലോക്ക് നമ്മുടെ തലച്ചോറിലുണ്ട്. ആ സമയത്തിനനുസരിച്ച് നമ്മളിങ്ങനെ സിസ്റ്റം നമ്മളെ സ്ക്രൂ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ തിരിച്ച് വീട്ടിലേക്ക് എത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ. ഡേ ടു ഡേ ലൈഫ് അങ്ങനെയാണ്. ആ നിത്യജീവിത ശൈലിയിൽ നിന്ന് അല്പം മാറി നടക്കാൻ പറ്റുമ്പോൾ മാത്രമേ ഇത്തരം യാത്രകളും ഇത്തരം അനുഭവങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാവൂ എന്നാണ് തോന്നുന്നത്. അപ്പൊ എന്റെ പുസ്തകം ഇവിടെ ചർച്ചയ്ക്ക് എടുത്തതിനും വായിച്ചതിനും ഒക്കെ എന്റെ സ്നേഹവും നന്ദിയും ഒക്കെ അറിയിക്കുകയാണ്. കൃഷ്ണകുമാർ സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. എനിക്ക് ഈ മീറ്റിന് കയറാൻ പറ്റുമോ എന്ന് സംശയം ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ വർഷം കോളേജിൽ ചെറിയ സംഘർഷാവസ്ഥയൊക്കെ ആയിട്ട് 8:30, 9:30 ഒക്കെ ആയിട്ടാണ് പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയിട്ടാണ് ഞങ്ങൾ അധ്യാപകര് പുറത്തേക്ക് പോകുന്നത്. ഈ വർഷം പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. എല്ലാവരും റിസൾട്ടിനെ അംഗീകരിച്ചു, അതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല.
അതുകൊണ്ടാണ് എനിക്ക് ഈ സമയത്ത് കയറാൻ പറ്റിയത്. ഞാൻ എൻ്റെ സ്നേഹം എല്ലാവരെയും അറിയിക്കുകയാണ്. ഞാൻ കോളേജിൽ വന്നിട്ടില്ല, പക്ഷെ എനിക്ക് കേട്ട് പരിചയമുണ്ട്. പ്രസിദ്ധമായിട്ടുള്ള കോളേജാണല്ലോ, അഴീക്കോട് മാഷൊക്കെ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒക്കെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കോളേജാണല്ലോ അത്. അപ്പോൾ പ്രഗത്ഭരായ അധ്യാപകരെ വാർത്തെടുക്കുന്ന ഒരു ഇടം കൂടിയാണല്ലോ. അപ്പൊ അതിന്റെ വലിയ സന്തോഷവും സ്നേഹമൊക്കെ അറിയിക്കുകയാണ്. അധ്യാപകര് തുറന്ന മനസ്സുള്ളവരായിരിക്കണം എന്നാണ് കുട്ടികൾ ആഗ്രഹിക്കുക. അപ്പോൾ കുട്ടികൾക്കൊപ്പം നിൽക്കാനും അവരുടെ ചിന്തകൾക്കൊപ്പം നമുക്ക് നടക്കാനും പറ്റണമെങ്കിൽ നമ്മൾ കുറെ കൂടി തുറന്ന മനസ്സുള്ള മനുഷ്യരായിരിക്കണമല്ലോ. ചെറിയ മനസ്സ് വിട്ട് കുറച്ചുകൂടി വലുതായ മനസ്സാവാനായിട്ട് യാത്രകൾ നമ്മളെ സഹായിക്കും. പ്രത്യേകിച്ച് അധ്യാപകരെ യാത്രകളും വായനയും സഹായിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ധാരാളം സിനിമകൾ കാണുന്ന, ധാരാളം വായിക്കുന്ന, ധാരാളം യാത്ര ചെയ്യുന്ന മനുഷ്യരായിരിക്കാൻ, അധ്യാപകരായിരിക്കാൻ നമുക്കെല്ലാം കഴിയട്ടെ എന്നാണ് എൻ്റെ ആശംസ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്കൊപ്പം നിൽക്കാൻ പറ്റും. അവരെ മടുപ്പിക്കാതെ മുന്നോട്ട് നമുക്ക് രണ്ടു കൂട്ടർക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ സന്തോഷം അറിയിക്കുകയാണ്. അത്യാവശ്യം സമയമായി എന്ന് തോന്നുന്നു ഞാൻ സംസാരിച്ചു തുടങ്ങിയിട്ട്. അപ്പൊ എല്ലാവരോടും നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ്. കൃഷ്ണകുമാർ സാറിന് പ്രത്യേകമായിട്ടും ആ ഒരു എന്നെ വായനയിൽ ഉൾപ്പെടുത്താൻ കാണിച്ച ഒരു തീരുമാനത്തിന് പ്രത്യേകം സ്നേഹം അറിയിക്കുകയാണ്. എന്നെ കേട്ട, എന്നെ വായിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. നിർത്തുകയാണ്. ഓക്കെ, കാണാം. താങ്ക് യു മാം. കല മാം, ഞാൻ അവിടുത്തെ ടീച്ചറാണ്, ഹീര ടീച്ചറാണ്. അപ്പോൾ സാർ ഒരു യാത്രയിലായതുകൊണ്ട് ചെറിയ സിഗ്നൽ പ്രശ്നം ഉണ്ടാവും എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാലും കയറാൻ ശ്രമിക്കും. അപ്പോൾ ഐശ്വര്യ വളരെ ഭംഗിയായിട്ടൊന്ന് അവതരിപ്പിച്ചു. അപ്പോ ഞാനതില് ഒരു ചെറിയൊരു കാര്യം മാമിനോടൊന്ന് ചോദിക്കാന്ന് വിചാരിച്ചത്. ഇപ്പോ അവിടുത്തെ വിവാഹത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ, പ്രണയവിവാഹമാണ് കൂടുതലും അവിടെ നടന്നു വരുന്നത്. അപ്പോ അതില് മാമിന് തോന്നിയൊരു ഇതെന്താണ്? ഇപ്പൊ നമ്മളുടെ ഇവിടെ അങ്ങനെ അധികല്ലേ, കൂടുതലും അറേഞ്ച്ഡ് മാരേജസ് ആണ്. അവിടെ ഏറ്റവും കൂടുതൽ നഗരത്തിലായാലും അത് തന്നെയാണെന്നല്ലേ പറയുന്നത്. അപ്പോ അതിലുള്ള ഒരു മെച്ചം എന്തായി ആണ് എന്ന് തോന്നിയിട്ടുള്ളത്? അവിടുത്തെ ഒരു കാഴ്ചപ്പാട്. അത് അവിടെ നമ്മളുടെ ഗൈഡ് ആയിരുന്നിട്ടുള്ള അവരുമായിട്ട് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളതാണ്. അവരുടെ ഒരു വിവാഹ രീതി എന്ന് പറയുന്നത് അറേഞ്ച്ഡ് മാരേജസ് ഇല്ല, ഏറെക്കുറെ ഇല്ല എന്ന് തന്നെ പറയാം. അവര് പ്രായപൂർത്തിയാകുന്നതോട് കൂടിയിട്ട് ഇണകളെ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല അവരുടെ ഒരു സിസ്റ്റം അനുസരിച്ചിട്ട് ലാക്പേ തമാശക്ക് പറഞ്ഞതാണ് എൻ്റെ അടുത്ത്. എന്നാൽ കൂടി ഡിവോഴ്സ് ഈസ് എ ബിസിനസ്, 1 week's ബിസിനസ് എന്നൊക്കെ അവർ പറയണത്. അവർക്ക് ഡിവോഴ്സ് അത്ര പ്രശ്നമല്ല എന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെയുള്ള വിവാഹങ്ങള് ഇപ്പൊ നമ്മൾ ഈ വിവാഹ ജീവിതത്തിന്റെ വിജയം പരാജയം ഒക്കെ അളക്കുന്നത് പുറമേക്ക് കാണുന്ന ചില മൊമെന്റ്സിൽ മാത്രമാണല്ലോ. ഇപ്പൊ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ചടങ്ങുകൾക്ക് പങ്കെടുക്കുന്നു, ഫംഗ്ഷന് പോകുന്നു, എല്ലാവരും കൂടി ഒന്നിച്ച് യാത്ര ചെയ്യുന്നു. അങ്ങനെയുള്ള ചിത്രങ്ങളിലൂടെയല്ലേ നമ്മള് ആദർശ കുടുംബം, സന്തുഷ്ട കുടുംബം എന്നൊക്കെ നമ്മൾ ഇവിടെ ഒരു തരത്തിൽ അതിനെ കാണുന്നത്. കുടുംബങ്ങളുടെ അകത്ത് എന്താണ് നടക്കുന്നതെന്ന് നമ്മൾക്ക് അറിയില്ലല്ലോ, അന്വേഷിക്കാറില്ലല്ലോ. പലരും സോഷ്യൽ സ്റ്റാറ്റസ് നിലനിർത്താൻ വേണ്ടിയിട്ട് കുടുംബത്തിനകത്ത് രണ്ടായി ജീവിക്കുകയും പുറത്തിറങ്ങുമ്പോൾ മാത്രം ഒന്നായി ജീവിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങള് നമ്മളുടെ ഇടയിലുണ്ട്. കൂടുതൽ അങ്ങനെയുള്ള കുടുംബങ്ങൾ ഉള്ളത് വിദ്യാഭ്യാസം കൂടുതലുള്ള മനുഷ്യരുടെ ഇടയിലാണ്. അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വിവാഹത്തെ സംബന്ധിച്ച് ഒരു അവസാന വാക്ക് എന്ന് പറയാനില്ല. ഇപ്പൊ പ്രണയമായാലും എന്തായാലും ശരി, അത് വിവാഹത്തിലേക്ക് എത്തുമ്പോൾ ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിലേക്ക് കടക്കുകയല്ലേ ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ആ സിസ്റ്റത്തിന് അനുസരിച്ച് പെരുമാറുന്ന വ്യക്തികളായി മാറുകയാണ് ചെയ്യുന്നത്. ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണല്ലോ ഫാമിലി എന്ന് പറയുന്നത്. അപ്പൊ ആ സോഷ്യൽ കൺസ്ട്രക്റ്റിൽ ഇടപെടുന്ന രണ്ട് ഉദ്യോഗസ്ഥരായിട്ട് തന്നെയാണ് നമ്മൾ ആക്ട് ചെയ്യുന്നത്. കുടുംബം പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ
ഉണ്ടെങ്കിൽ സന്തോഷം, ഇല്ലെങ്കിലും കുടുംബം മുന്നോട്ട് പോകും. സ്നേഹവും പരസ്പര ബഹുമാനവും ഉണ്ടെങ്കിൽ കുടുംബം മുന്നോട്ട് പോകും. അപ്പൊ അങ്ങനെ കൊണ്ടുപോകുന്ന വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള കുടുംബങ്ങളാണ് നമ്മൾക്കുള്ളത്. അവർക്ക് അവരുടെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിൽ കണ്ട ഒരു പ്രശ്നം, എല്ലാ പോസിറ്റീവ്നെസ്സും ഞാൻ അതിൽ കാണുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം പറഞ്ഞത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പറഞ്ഞ മാതാപിതാക്കളെ വേർപിരിയുമ്പോൾ അതിൽ ഒരു കുട്ടികളുടെ സംരക്ഷണം മിക്കവാറും ഒരാളുടെ അടുത്തായിരിക്കും. അപ്പൊ അവരുടെ ഒരു മാനസികമായിട്ടുള്ള അപ്രോച്ച്, അതായത് കുട്ടികൾക്ക് ഇതിനോട് എങ്ങനെയാണ്, അതായത് അച്ഛനമ്മമാര് വേർപിരിയുന്നതിനെ കുറിച്ച് അവരെങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്നുള്ളത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. അതൊരു ചോദ്യമാണല്ലോ, കുട്ടികളുടെ ഭാഗത്തു നിന്നും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടല്ലോ. കുറച്ച് മെച്യൂർഡ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിലും ഇതിനെങ്ങനെ കാണുന്നു എന്നുള്ളത്. പിന്നെ അവിടുത്തെ ഒരു വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, അവർക്ക് എഡ്യൂക്കേഷൻ ഫുൾ ഫ്രീ ആണ്, പൂർണ്ണമായിട്ട് സൗജന്യമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഭാരം, ഇപ്പൊ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചൊന്നും ഒരു സിംഗിൾ മദറിന് ബുദ്ധിമുട്ട് വരില്ല. കാരണം അവരെ സ്കൂളിലേക്ക് വിട്ടാൽ മതി. ഭക്ഷണം, വസ്ത്രം, എല്ലാം, പുസ്തകം, ഇതൊക്കെ അവർക്ക് സൗജന്യമാണ്. കാരണം ഭൂട്ടാൻ രാജകുടുംബം അത്രയും സമ്പത്തുള്ളതാണ്. അവരുടെ പ്രജകൾക്ക് അവര് അത് കൊടുക്കുന്നുണ്ട്. പ്രജ എന്ന് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. കാരണം രാജഭരണം പ്രത്യക്ഷത്തിൽ ഇല്ല എന്നേ ഉള്ളൂ. ഈ പറഞ്ഞ തെരഞ്ഞെടുക്കുന്ന മന്ത്രിസഭയൊക്കെ മിക്കവാറും രാജാവിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. വോട്ടെടുപ്പാണ് അവിടെ ഉള്ളത്. പക്ഷെ പൂർണ്ണമായിട്ടും ഇന്ത്യയിലെ പോലെ ജനാധിപത്യ വ്യവസ്ഥിതിയൊന്നുമല്ല. അപ്പൊ ഈ പറഞ്ഞ നമ്മൾ ഈ ഉന്നയിച്ച ചോദ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ പ്രണയ വിവാഹമാണ്, അതിന് ഇണയെ തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതെല്ലാം നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ ഇപ്പൊ ഇന്ത്യയിലെ പോലെയോ അല്ലെങ്കിൽ കേരളത്തിലെ പോലെയോ പരസ്പരം വെറുത്ത് ആജീവനാന്തം കഴിയുന്ന കുടുംബങ്ങളല്ല. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പൊ നമ്മൾക്കത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ അവര് പിരിഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ ഉന്നയിച്ച പ്രശ്നം അപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ മാതാപിതാക്കളുടെ വേർപിരിയൽ എങ്ങനെ കുട്ടികളെ ബാധിക്കുന്നു എന്നുള്ളത് അവിടെ ഒരു ചോദ്യമാണ്. കുട്ടികളുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. കുട്ടികളുമായിട്ട് സംസാരിച്ച് സ്കൂളിലൊക്കെ പോയി എന്നാൽ കൂടി ഇത്തരം വ്യക്തിപരമായ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അതൊരു വശം തന്നെയാണല്ലോ. അപ്പൊ മറ്റത് അങ്ങനെ അല്ല. അപ്പൊ പുരുഷനും സ്ത്രീയും ഹാപ്പിയാണ്. അവിടെ ഒരാൾക്ക് മറ്റൊരാളുടെ മർദ്ദനമോ ശാരീരിക മർദ്ദനമോ അല്ലെങ്കിൽ മാനസിക പീഡനമോ ഒന്നും അനുഭവിച്ച് കഴിയേണ്ട കാര്യമില്ല. ബൈ പറയാം, സന്തോഷത്തോട് കൂടി ബൈ. അതോടൊപ്പം തന്നെ കുടുംബ കമ്മിറ്റ്മെന്റിലേക്ക് കടക്കുമ്പോഴുള്ള ചില ചോദ്യങ്ങൾ അവിടെ അവശേഷിക്കുന്നുണ്ട്. അതാണ് കാര്യം. അപ്പോൾ ഇവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്ന അവിടുത്തെ സിസ്റ്റം രണ്ടും രണ്ട് തന്നെയാണ്. വളരെ വ്യത്യസ്തമാണ്. അവിടുത്തെ വിവാഹ സമ്പ്രദായവും കുടുംബ രീതിയും ഒക്കെ വളരെ വ്യത്യസ്തമാണ്. പിന്നെ സന്തോഷം എന്നുള്ളത് അവർ കണ്ടെത്തുന്നുണ്ട്. അവര് ഈ പറഞ്ഞതുപോലെ അവരുടെ ജീവിതത്തിലെ വലിയ തിരക്കുകളില്ല, അതുപോലെ തന്നെ ഒരുപാട് സമ്പാദിച്ചു വെക്കണം എന്നുള്ള അതിൽ പ്രധാനമായിട്ട് തോന്നിയത്, നമ്മളെല്ലാം നമ്മളുടെ ലൈഫ് ടൈം മുഴുവൻ ലോൺ അടയ്ക്കാനാണല്ലോ ചെലവാക്കുന്നത്. സാലറി കിട്ടി കഴിഞ്ഞാൽ നമ്മളുടെ ഒരു വലിയ എമൗണ്ട് പോകുന്നത് ലോണിലേക്ക്. പക്ഷെ ഭൂട്ടാനിലെ വീടുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എല്ലാ വീടുകൾക്കും ഒരേ സ്ട്രക്ചറാണ്. ഒരെണ്ണത്തിനും ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, ഒരേ ഘടനയാണ്. എല്ലാ വീടുകൾക്കും മിക്കവാറും ഡ്രാഗന്റെ പടം ഉണ്ടാവും, യാളിയുടെ പടമൊക്കെ ഉണ്ടാവും. പിന്നെ പത്മസംഭവ അവരുടെയൊക്കെ ചിത്രങ്ങൾ ഉണ്ടാവും, ചുമരിലൊക്കെ വരച്ചു വെച്ചിട്ടുണ്ടാവും. ജനലുകൾ ഒരേപോലെയാണ്, വാതിലുകൾ ഒരേപോലെയാണ്. അത് പണക്കാരന്റെ വീടും പാവപ്പെട്ടവന്റെ വീടും ഒക്കെ ഒരേപോലെയാണ്. ഒരു യൂണിഫോമിറ്റി ഉണ്ട് ഈ വീടുകൾക്കെല്ലാം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട് മികച്ചതായിട്ടോ താഴ്ന്നതായിട്ടോ നിൽക്കുന്നില്ല. അവർക്ക് ഒരുപാട് ലോണൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത് വീട് വെക്കാനായിട്ടും. അത് തന്നെ വലിയ സമാധാനം നൽകുന്ന കാര്യമാണല്ലോ, ലോൺ അടയ്ക്കാനില്ല എന്നുള്ളത്. അതായത് താരതമ്യങ്ങളില്ല അവിടെ. സമ്പത്തിന്റെ കാര്യത്തിലൊന്നും വലിയ പ്രശ്നമില്ല. വീടുകളാണല്ലോ മനുഷ്യന്റെ പ്രൗഢി വിളിച്ചോതുന്ന ഇടങ്ങള്. നമ്മളുടെ നാട്ടില് കുറച്ചുകൂടി വലിയ വീട് പണിയോ കുറച്ചുകൂടി സൗകര്യം ഉണ്ടാക്കിയെടുക്കുക എന്നാണല്ലോ നമ്മൾ ആജീവനാന്തം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതവിടെ ഇല്ല. കാരണം അവിടെ ഒരേ ഘടനയാണ്. ആർക്കും ആരുടെയും മുമ്പിൽ പൊങ്ങച്ചം കാണിക്കാൻ പറ്റില്ല.
പിന്നെ ഈ അവരുപയോഗിക്കുന്ന ആ വസ്ത്രം ഉണ്ടല്ലോ, കിര എന്ന പേരുള്ള വസ്ത്രം ഉണ്ടല്ലോ, അതെല്ലാത്തിനും ഒരേ പാറ്റേൺ ആണ്. ഈ പാറ്റേണിലുള്ള ഡ്രസ്സാണ് അവരുടെ സ്കൂൾ യൂണിഫോം തന്നെ. ബോയ്സ് ഖോ എന്ന പേരുള്ള മുട്ടിനൊപ്പമുള്ള ഒരു ഇത്, സ്ത്രീകൾ ഫുള്ള് കവർ ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സാണ്. കുഞ്ഞു മക്കൾക്ക് തൊട്ട് വലിയത്. ആ കിരയുടെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 500 രൂപ തൊട്ടിട്ട് 5 ലക്ഷം രൂപ വരെയുള്ള കിര അവിടെ അവൈലബിൾ ആണ് ഷോപ്സിൽ. അപ്പോൾ പണക്കാര് കൂടുതൽ മിനുപ്പുള്ള കിര ഉപയോഗിക്കുന്നു, അല്ലാത്തവര് നോർമൽ പോളിസ്റ്റർ മെറ്റീരിയലോ കോട്ടൺ മെറ്റീരിയലോ ഉപയോഗിക്കുന്നു. അതിലും തന്നെ ഇത്രേ വൈവിധ്യമുള്ളൂ, അല്ലാതെ മറ്റു തരത്തിലുള്ള ഒന്നും പ്രൗഢി കാണിക്കാനുള്ള ഒന്നും അവരുടെ ഇതില്ല. പിന്നെ പുതിയ കുട്ടികൾ, ഇപ്പൊ ഞാൻ തെരുവിൽ കണ്ടിട്ടുള്ള സ്ത്രീകളൊന്നും തന്നെ ആഭരണങ്ങൾ ഉപയോഗിച്ചതായിട്ട് കാണുന്നില്ല കേട്ടോ. അതുണ്ട് ഒരു പ്രത്യേകത. സ്വർണം തീരെയില്ല. പിന്നെ ഒരു തരത്തിലുള്ള ആഭരണം അവർ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നില്ല. അവർ ട്രഡീഷണൽ ആഭരണങ്ങളൊക്കെ കുറച്ചുണ്ട്. അത് ഡിസ്പ്ലേക്കൊക്കെ ചില വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സിംപ്ലി ഭൂട്ടാനിൽ പോയപ്പോൾ അവരുടെ കുറെ ആഭരണങ്ങൾ കണ്ടിരുന്നു. അതല്ലാതെ ഡേ ടു ഡേ ലൈഫിൽ അവർക്ക് സ്വർണ്ണമല്ല ഒരു തരത്തിലുള്ള ആഭരണം. പിന്നെ പുതിയ കുട്ടികൾ ജീൻസ് ഇടുന്ന വളരെ അപൂർവം, 1-2 പെൺകുട്ടികളെ കണ്ടു. അവരും അങ്ങനെ അധികം ആഭരണങ്ങളൊന്നും ഉപയോഗിക്കുന്നതായിട്ട് കണ്ടില്ല. അതൊരു ഇതായിട്ട് പ്രത്യേകതയായിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ ഈ സ്ത്രീധന സമ്പ്രദായം എന്നൊക്കെ പറയുന്നതിന് ഒരു ഭൂമിയൊക്കെയാന്ന് തോന്നുന്നു, കൃഷിഭൂമി, അധ്വാനിക്കുന്ന സ്ത്രീകളാണ് അവിടുത്തെ അവരുടെ ധനം എന്ന് പറയുന്നത്. നല്ലോണം അധ്വാനിക്കുന്ന ആൾക്കാരാണ്. കുതിരയൊക്കെ കൊണ്ട് നടക്കുന്ന സ്ത്രീകളായിരുന്നു അവിടെ. നമ്മൾ ടൈഗർ നെസ്റ്റിൽ പോയപ്പോഴേ കുതിരയെ കൊണ്ടുപോകുന്ന സ്ത്രീകളാണ്. അപ്പൊ അവര് അല്ല ഒന്നിനും ഭയന്ന് നിൽക്കുന്നില്ല. പൊതു ഇടത്തിലൊക്കെ നിറയെ സ്ത്രീകളാണ്. എല്ലാതരം അധ്വാനവും സ്ത്രീകൾ നടത്തുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഇവിടെയൊക്കെ ആണെന്ന് ചെറിയ ചില കാര്യങ്ങൾ മാത്രമല്ലേ സ്ത്രീകൾ ചെയ്യുന്നത്, ഈ ദേഹാധ്വാനമുള്ള കാര്യങ്ങളൊക്കെ കുറവല്ലേ. അവിടെ ഈ കുതിരപ്പുറത്ത് ആൾക്കാരെ കയറ്റിയിട്ട് ഈ ഇത്രയും വലിയ മലയുടെ മുകളിലേക്കൊക്കെ സ്ത്രീകളാണ് കൊണ്ടുപോകുന്നത്. അത് മിഡിൽ ഏജ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ലിംഗവിവേചനം അങ്ങനെ കണ്ടില്ല. പ്രത്യേകിച്ച് തൊഴിലെടുക്കുന്ന ഇടങ്ങളിലൊന്നും കാണുന്നില്ല. അതൊക്കെ ആയിരിക്കാം. പൊതുവെ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ റെസ്ട്രിക്ഷൻസ് വരുമ്പോഴാണല്ലോ, തടസ്സങ്ങൾ വരുമ്പോഴാണല്ലോ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത് ഒഴിവാക്കിയാൽ തന്നെ കുറെയൊക്കെ നന്നായിട്ട് പോകുന്നു തോന്നുന്നു. സമൂഹത്തിൽ ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ഈ സമത്വം എന്ന് പറയുന്ന ഒരു ഘടകം വരുന്നതോട് കൂടിയിട്ട് നന്നായി പോകുമെന്നാണ് തോന്നുന്നത്. കുടുംബത്തിനകത്തുള്ള കാര്യമായാലും ഈ ഡിവിഷൻ ഓഫ് ലേബർ ഒക്കെ വളരെ പ്രധാനമാണല്ലോ. അപ്പൊ അത് അവിടെ നടക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. അതായത് സ്വയം അറിയാതെ രണ്ടു കൂട്ടരും അധ്വാനിക്കുന്നുണ്ട്. ഇന്ന ആളുടെ ഇന്നതെന്ന് പറയാതെ തന്നെ രണ്ടു കൂട്ടരും അധ്വാനിക്കുന്നു. അതിന്റെ ഒരു ഭംഗി ചിലപ്പോൾ അവരുടെ ജീവിതത്തിന് ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച് മാം. ഇനി ആർക്കെങ്കിലും ഒക്കെ സംശയങ്ങളൊക്കെ ചോദിക്കണമെങ്കിൽ ചോദിക്കാം. കല, ഞാനിവിടെ ഉണ്ട് ട്ടോ. ഭയങ്കര സന്തോഷം. ചേച്ചിയുടെ മോളെ ആ പുസ്തകം തന്നെ എടുത്തതും ഭൂട്ടാൻ യാത്രകളെ കുറിച്ച് കേൾക്കാൻ സാധിച്ചതും ഒരുപാട് സന്തോഷം. കാശ്മീർ യാത്രയെ ഒന്നുകൂടി ഓർക്കാൻ അത് പ്രേരകമായി എന്നുള്ളതും മറ്റൊരു സന്തോഷം. അങ്ങനെ സർപ്രൈസ് ആയിട്ടോ. ഞാൻ വിചാരിച്ചില്ല, ഈ കുട്ടി പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അപ്പോഴും ടീച്ചർ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നന്നായിട്ടുണ്ട്. കാശ്മീർ യാത്ര ഇതുപോലെ ഒരു പുസ്തകം വരേണ്ടതായിരുന്നു കലയുടെ എന്ന് എനിക്ക് തോന്നുകയാണ്. അന്നേ തോന്നിയതാണ്. പിന്നെ അത് ഇത്തിരി സാഹസികമായത് ആയിരുന്നു. അത് പുസ്തകമാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. അതെ, നമ്മളുടെ മനോഹരമായിട്ടുള്ള യാത്രയായിരുന്നു, സാഹസികത നിറഞ്ഞത്. അതിൽ നിറച്ച് കൗതുകവും സന്തോഷമൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഇതായിരുന്നു അല്ലേ ടീച്ചറെ? നമ്മളാ ഒരു നൽതടാകത്തിന്റെ തീരത്തുള്ള താമസവും യാത്രയും ഒക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു. അങ്ങനെ മാത്രമല്ല, ഇപ്പം ഈ ഭൂട്ടാനായാലും കാശ്മീരായാലും ഞാൻ പറയാണ്, ജീവിതത്തില് നമ്മൾ കാണേണ്ടത് തന്നെയാണ്. ഞാൻ ഭൂട്ടാൻ യാത്രയിൽ ഞാൻ ഒഴിവായി പോയി, അതെനിക്ക് കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷെ കാശ്മീരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതും എന്തായാലും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കാശ്മീരും കാണണം. ഭൂട്ടാനും ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ട്ടാ, കാണണം, എന്തെങ്കിലും പോയി കാണണം. അത് പോകാം. അതെ ആഗ്രഹമാണ് പ്രധാനം. നമ്മൾ അങ്ങോട്ട് ഇറങ്ങി പുറപ്പെടുകയല്ലേ പിന്നെ. ആഗ്രഹിക്കുക ആഗ്രഹിക്കുക, അപ്പൊ അതങ്ങോട്ട് നടക്കും. അങ്ങനെ അപ്പൊ സന്തോഷായിട്ടോ കണ്ടത്.
ആരെങ്കിലും ഇനി കല ടീച്ചറായിട്ടൊന്ന് സംവദിക്കണമെങ്കിൽ വേഗാവാം. കല ടീച്ചറേ, പറയൂ പറയൂ. ആ, എന്നെ ഓർമ്മയുണ്ടാ? നിതിനാണ്. പിന്നെന്താ, നമ്മളുടെ സഹായിയല്ലേ വാല്യൂഷൻ ക്യാമ്പില്. നിതിന് ടീച്ചറെ, വാല്യൂഷൻ ക്യാമ്പിൽ ഉണ്ടെങ്കിൽ ഭയങ്കര സമാധാനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇവിടെയാണല്ലേ ബി.എഡ് ചെയ്യുന്നത്? ഇവിടെയാണ്, സെക്കൻഡ് ഇയർ ആണ്. സെക്കൻഡ് ഇയർ ആയി അല്ലേ? ടീച്ചിങ് പ്രാക്ടീസ് തുടങ്ങിയോ? പ്രാക്ടീസ് കഴിഞ്ഞു, കമ്മീഷനായി ടീച്ചറെ. അതെ അല്ലേ? നന്നായോ കോഴ്സ്? നന്നായി നന്നായി നന്നായി. ടീച്ചറെ, ഞങ്ങളുടെ ചെയർമാനും കൂടിയാണ് കേട്ടോ നിതിൻ. അതെ, നിതിൻ മിടുക്കനാണ്, നമുക്കറിയാം. എന്റെ സ്റ്റുഡന്റ് ആണ് ട്ടാ നിതിൻ, എന്റെ സ്റ്റുഡന്റ്. അറിയാം, നമ്മുടെ സ്വന്തം കുട്ടിയല്ലേ. അപ്പോ സന്തോഷം ഞങ്ങളുടെ കോളേജിലേക്ക് പരിപാടിയിൽ പങ്കെടുത്തതിൽ. ആവട്ടെ ആവട്ടെ. ഞാനപ്പോ എനിക്ക് ഓർമ്മ ഉണ്ടായില്ല കേട്ടോ. അന്നൊരിക്കൽ പറഞ്ഞിരുന്നു ബി.എഡ് കിട്ടി എന്നുള്ളത് പറഞ്ഞിരുന്നു, ഇവിടെ ഉണ്ട് എന്നുള്ളത് അങ്ങനെ ഓർമ്മയുണ്ടായില്ല. പിന്നെ പെട്ടെന്ന് ജോയിൻ ചെയ്തതുമാണല്ലോ, ഇന്നലെയാണ് മാഷ് പറയുന്നത്. അപ്പൊ ഞാനിങ്ങനെ പെട്ടെന്ന് ഇന്ന് ഇപ്പൊ കേറാൻ സമയത്തിന് കേറാൻ പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ ടെൻഷനായിരുന്നു. പിന്നെ കേറി അങ്ങനെ. അപ്പൊ കണ്ടത് സന്തോഷം. ഇന്ന് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ അത് കാരണം ഈ സമയത്ത് ടീച്ചറായിട്ട് ഒന്ന് സംസാരിക്കാലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ഓടി കയറിയതാ. ആവട്ടെ, എന്നാലും കാണാം. ശരി. പുസ്തക പ്രകാശനത്തിന്റെ ദിവസത്തെ പറ്റിയിട്ട് ശൈലൻ ഫേസ്ബുക്കിൽ എഴുതിയത് കണ്ടു. അപ്പൊ അന്നത്തെ ദിവസത്തെ ഓർമ്മേനെ പറ്റിയിട്ടൊന്ന് പറയാമോ? ഏത് ദിവസമായിരുന്നു? പുസ്തക പ്രകാശനത്തിന്റെ ദിവസത്തെ. അത് പുസ്തക പ്രകാശനത്തിന് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ശൈലൻ, കവി. അപ്പൊ ശൈലന്റെ യാത്രകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലക്ഷ്യമില്ലാത്ത യാത്രകളാണ് അദ്ദേഹം നടത്താറുള്ളത്. അപ്പൊ യാത്രകൾ ഇപ്പൊ നമ്മളെല്ലാവരും പ്ലാൻ ചെയ്ത് ഇറങ്ങുമ്പോ ആളൊരു ലക്ഷ്യവുമില്ലാതെ വണ്ടിയെടുത്ത് പുറപ്പെടും, അല്ലെങ്കിൽ ഏതെങ്കിലും ട്രെയിനിൽ കയറി പോകും. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട് യാത്രകളെ കുറിച്ച്, 100 യാത്രകൾ എന്ന് പറഞ്ഞിട്ട്. മനോഹരമായിട്ടുള്ള പുസ്തകമാണ്. അതില് അടുക്കും ചിട്ടയില്ലാതെയാണ് യാത്രയെ കുറിച്ച് എഴുതിയിട്ടുള്ളത്. അത് യാത്രയിൽ എന്തൊക്കെ സ്ഥലങ്ങൾ കണ്ടു എന്നല്ല, കണ്ട സ്ഥലങ്ങൾ നൽകിയിട്ടുള്ള അനുഭൂതികളെ കുറിച്ചാണ് ശൈലൻ എഴുതിയിട്ടുള്ളത്. അത് അല്പം വലിയ പുസ്തകമാണ്. എനിക്ക് വലിയ ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഞാൻ അതിന്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വായിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇത്രയും അധികം യാത്രകൾ നടത്തുന്ന ഒരു മനുഷ്യനെ എന്റെ പുസ്തക പ്രകാശനത്തിന് കിട്ടിയാൽ കൊള്ളാം എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞങ്ങള് ഇടക്കാലത്ത് സുഹൃത്തുക്കളായി, കവിതയുടെ വഴിയിൽ സുഹൃത്തുക്കളായവരാണ്. അപ്പൊ അങ്ങനെ ശൈലൻ വന്നു, പുസ്തക പ്രകാശനത്തിന് എത്തി. അത് ആ ചടങ്ങിൽ മുഴുവൻ പങ്കെടുത്തു, സംസാരിച്ചു. അപ്പൊ ശൈലന്റെ യാത്രകളെ കുറിച്ച് എപ്പോഴും എഴുതിയിടുന്ന ആളാണ്. അപ്പൊ അതില് തന്നെ പല യാത്രകളും ഇപ്പൊ നമ്മൾ സ്ഥിരം പോകുന്ന ഒരു പാറ്റേണിൽ നിന്ന്, ഇപ്പൊ ഒരു ബാംഗ്ലൂർക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ സ്ഥിരം യാത്രികർ കയറാത്ത ഇടങ്ങളിലാണ് ശൈലൻ പോവുക, അവിടെയാണ് തങ്ങുക. അതാണ് അദ്ദേഹത്തിന്റെ യാത്രയുടെ മനോഹാരിത എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ നമ്മള് സ്ഥിരം യാത്രികര് പോകുന്ന ഇടങ്ങളിൽ പോയാലും അവര് കാണാത്ത കാര്യങ്ങൾ നമ്മൾ കാണുക, അവർക്ക് കിട്ടാത്ത അനുഭൂതികൾ നമ്മൾ ആർജിച്ചെടുക്കുക. ഒന്നും വേണ്ട, ഒരു സൂര്യാസ്തമയം കണ്ടാൽ മതി. അപ്പൊ ആ സൂര്യാസ്തമയം കാണാതെ പോകരുത്, അത്രയേ ഉള്ളൂ. അപ്പൊ ആ സൂര്യാസ്തമയത്തിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാക്കിയെടുക്കുക. ചിലപ്പോ ആ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു അനുഭവം. അങ്ങനെ അപ്പൊ നമ്മൾ ഒരു വലിയ ഗ്രൂപ്പിന്റെ ഒപ്പമൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത്തരം കാര്യങ്ങൾ നഷ്ടപ്പെടും. അപ്പൊ ശൈലനെ സംബന്ധിച്ചുള്ളത് ഒറ്റയ്ക്കുള്ള യാത്രകളാണെന്ന് തോന്നുന്നു കൂടുതൽ നടത്തുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മളുടെ മനസ്സ് പറയുന്ന വഴികളിലൂടെ സഞ്ചരിക്കാനൊക്കെ പറ്റുമല്ലോ. അതിന് ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു മനുഷ്യൻ. ഇപ്പൊ ഭാഗ്യം എന്നൊന്നും ഇതിനെ പറയാൻ പറ്റില്ല, നമ്മുടെ തെരഞ്ഞെടുപ്പാണല്ലോ നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത്. മറ്റു പലരും സ്വാധീനിക്കുന്നുണ്ടാവാം നമ്മുടെ തീരുമാനങ്ങളെയും തെരഞ്ഞെടുപ്പുകളെയും. പക്ഷെ അതിലൊരു 5% നമ്മുടെ തെരഞ്ഞെടുപ്പ് ആവണം
നമ്മുടെ തീരുമാനമാവണം നമ്മുടെ ജീവിതം എന്നുള്ളത് അങ്ങനെ ഒരു ചെറിയ വാശി ഉണ്ടായിരിക്കണം എല്ലാവർക്കും. അല്ലാതെ ഒന്നും നടക്കില്ല. അല്ലാതെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കില്ല. 95% ചുറ്റുമുള്ളവർക്കായിട്ട് നൽകിക്കോളൂ. പക്ഷെ 5%മെങ്കിലും നമ്മൾ നമ്മളോട് നീതി കാണിക്കണ്ടേ? നമ്മുടെ ആഗ്രഹങ്ങളോട് നീതി കാണിക്കണ്ടേ? ആ 5% മതി നമുക്ക് ലോകം മുഴുവൻ ചുറ്റി വരാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇപ്പൊ യാത്ര തന്നെ ആവണമെന്നില്ല കേട്ടോ. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആ ഒരു 5% നമ്മൾക്ക് വേണ്ടി നമ്മൾ മാറ്റി വെച്ചാൽ മതി. വളരെ എപ്പോഴും എല്ലാവരും പറയുന്ന മീ ടൈം എന്നുള്ള അതുപോലെ മീ സ്പേസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. കുറച്ച് ശ്രമപ്പെടേണ്ടി വരും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നല്ലോണം അധ്വാനിക്കേണ്ടി വരും. മറ്റുള്ളവർക്ക് വേണ്ടി നല്ലോണം അധ്വാനിക്കാം. 95% നമ്മൾ അധ്വാനിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ആ 100%ത്തിൽ നിന്ന് ഒരു 5% നമ്മൾ മോഷ്ടിച്ചെടുക്കേണ്ടി വരും ചിലപ്പോൾ. നമുക്ക് നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് കുറച്ച് സമയം. അത് മോഷ്ടിച്ചാണെങ്കിൽ തന്നെ മോഷ്ടിച്ചെടുക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരെയും ബോധിപ്പിച്ചിട്ടൊന്നും നമുക്ക് അത്തരം നിമിഷങ്ങൾ സ്വന്താക്കാൻ പറ്റില്ല. അത് നമ്മള് കൈയടക്കണം. അല്ലേ? നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതിന്റെ തെളിവ് നമുക്കല്ലേ വേണ്ടത്? നമ്മുടെ മനസ്സിനല്ലേ വേണ്ടത്? അത് നമ്മള് ക്യാപ്ചർ ദ മൊമെന്റ്സ് എന്ന് എനിക്ക് പറയാനുള്ളൂ. നമ്മളത് അത്തരം നിമിഷങ്ങള് നമ്മുടെ മാത്രം നിമിഷങ്ങൾ നമ്മൾ കവർന്നെടുക്കുക മൊത്തം ജീവിതത്തിൽ നിന്ന്. അതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ കവർന്നെടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്, യാത്രികനാണ് ശൈലൻ. അപ്പൊ ശൈലനെ ഈ ഒരു പുസ്തകവുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. അദ്ദേഹം എന്റെ സുഹൃത്താണ്. എന്നാൽ കൂടി അദ്ദേഹത്തിന്റെ യാത്ര എഴുത്തുകൾ എന്നെ അത്രയ്ക്കും ഭ്രമിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു പുസ്തകത്തിന്റെ കൂടെ ഉണ്ടാവണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതുണ്ടായി. അങ്ങനെ ഞങ്ങളിപ്പോഴും നല്ല സുഹൃത്തുക്കളാണ്. അദ്ദേഹം യാത്ര പോകുന്നത് കണ്ട് ഞാനിപ്പോൾ അസൂയപ്പെടുന്നുണ്ട്. അങ്ങനെ. താങ്ക് യു. ടീച്ചറെ, ഈ സന്തോഷം പുസ്തകത്തിന്റെ പേര് തന്നെ പറയാനുള്ളൂ. ഞാനൊരു യാത്രയെപ്പെട്ടു പോയി. യാത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ മാതൃഭൂമിയിൽ ഇന്ന് ബാബു അബ്രഹാം വരുന്നുണ്ടായിരുന്നല്ലോ, കണ്ടിരുന്നത്. അപ്പൊ അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പൊ എന്റെ ഡ്രൈവർ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്നോട് ഇപ്പൊ പറയാണ്, മാഷേ നമുക്ക് ഭൂട്ടാനിലേക്ക് പോവാം. അത്രയും ആള് അത് മുഴുവൻ കേട്ടു. അപ്പൊ അത്രയും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി ഇന്നത്തെ സംസാരം. ശരിക്കും നേരത്തെ ലത ടീച്ചർ പറഞ്ഞ ഒരു കാര്യമാണ്, ജീവിതത്തില് ഭൂട്ടാനും ഹിമാലയവും എന്തായാലും ഒരു തവണയെങ്കിലും പോയിരിക്കണം. എനിക്ക് തോന്നുന്നു കോളേജുകളിൽ നിന്ന് സ്കൂളുകളിൽ നിന്ന് പ്രത്യേകിച്ച് പെൺകുട്ടികൾ പോയിരിക്കേണ്ട ഒരു രാജ്യമാണ് ഭൂട്ടാൻ എന്നാണ് തോന്നുന്നത്. അത്രയും ഒരു കണ്ടിരിക്കേണ്ട, ടീച്ചർ പുസ്തകത്തിൽ പറഞ്ഞ പോലെ നമ്മളെ മാറ്റിയെടുക്കുന്ന ഒരു ദേശമാണ്. എല്ലാം കൊണ്ടും ഇന്ന് ഈ പുസ്തകത്തിന്റെ പേര് തന്നെ സന്തോഷം. സന്തോഷം. നിതിൻ ഞങ്ങളുടെ കോളേജ് യൂണിയൻ ചെയർമാനാണ്. അതും വലിയ സന്തോഷം. അങ്ങനെ മൊത്തത്തിൽ കണക്റ്റഡ് ആയി. അതിലുപരി പുസ്തകങ്ങളെക്കാൾ മനുഷ്യരെ പരിചയപ്പെടുത്തുന്ന ഒരു പങ്ക്തിയും കൂടിയാണ് വ്യാഴാഴ്ച വായനാഴ്ച. അപ്പൊ കുറേ മനുഷ്യരെയും കാണാൻ പറ്റി. കുട്ടികൾക്ക് ശൈലിനെ കുറിച്ച് നല്ലൊരു ഇൻഫർമേഷൻ ടീച്ചർ കൊടുക്കുകയുണ്ടായി. ആ 100 യാത്രകൾ എന്ന് പറഞ്ഞ പുസ്തകം എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്, വാങ്ങേണ്ട പുസ്തകമാണെന്ന് തോന്നിയിട്ടുണ്ട്. എന്തായാലും അല്ലേ, നല്ല ഒരു വേറിട്ട മനുഷ്യൻ, പിന്നെ വേറിട്ട കുറെ ഇടങ്ങൾ കാണാൻ പറ്റുന്നു. ടീച്ചർ ഇനിയും എഴുതണം, ഇതുപോലെയുള്ള പുസ്തകങ്ങൾ വരണം. എനിക്ക് തോന്നുന്നു ടീച്ചർ മുഴുവൻ യാത്രാനുഭവങ്ങൾ അതിൽ വന്നില്ല എന്ന് തോന്നുന്നു അല്ലെ ഈ പുസ്തകത്തില്. ശരിക്കും ഇപ്പൊ ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും അതിൽ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും സന്തോഷം. പിന്നെ തെരഞ്ഞെടുപ്പും ഫലപ്രഖ്യാപനം ഒക്കെ പറഞ്ഞ പോലെ തന്നെ സമാധാനത്തിൽ നടന്നില്ലേ. നമ്മൾ പറയുന്നതാണ് നമ്മുടെ ജീവിതം. അപ്പൊ ഒന്നും ഉണ്ടാവില്ല. പങ്കെടുക്കുമോ എന്നുള്ള ഉത്കണ്ഠ ഉണ്ടായിരുന്നു. അതും കുട്ടികൾക്കും എല്ലാവർക്കും സന്തോഷം. നമ്മളിത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ടീച്ചർക്ക് ഇതിന്റെ ലിങ്ക് അയച്ചുതരും ചെയ്യാം കേട്ടോ. എന്തായാലും ഞാനിങ്ങനെ യാത്രയെ പെട്ടുപോയി. അവിടെ അത് പ്രോഗ്രാം കഴിയാത്തിരി വൈകിപ്പോയി, അതാ പറ്റിപ്പോയത് കേട്ടോ. അതും സന്തോഷം. താങ്ക് യു. ഐശ്വര്യ നല്ല രസമായിട്ട് അവതരിപ്പിച്ചു. ഐശ്വര്യ നല്ല രീതിയിൽ അവതരിപ്പിച്ചു. നന്നായി. ഞാൻ തുടങ്ങിയപ്പോ ഒന്ന് വൈകി, പക്ഷെ ഞാൻ പിന്നെ കേറി. ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങായിരുന്നു, അതുകൊണ്ട് പിന്നെ കേറി. അപ്പൊ ഞാൻ കേട്ടു. നന്നായിട്ട് ചെയ്തു. ഐശ്വര്യ നന്നായിട്ട് അവതരിപ്പിച്ചു.
ആ, പിന്നെ കുട്ടികളെല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും കേട്ടല്ലോ. എല്ലാവരും അധ്യാപികമാരും അധ്യാപകരും ഒക്കെ ആവാൻ പോകുന്നതല്ലേ. തുറന്ന മനസ്സായിട്ട് കുട്ടികളെ കാണുക, നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികളെ കാണുക കേട്ടോ. വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് നിൽക്കാതിരിക്കുക. നമ്മളുടെ കുറെയൊക്കെ നമ്മുടെ കൂട്ടുകാരെ പോലെയൊക്കെ കുട്ടികളെ കാണുക എന്നുള്ളതാണ് എനിക്ക് അധ്യാപക വിദ്യാർത്ഥികളോട് പറയാനുള്ളത്. നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചിട്ട് ഇറങ്ങായിരിക്കും B.Ed. അത് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഒന്ന് ഫ്രീ ആയിട്ട് തന്നെ ഭയങ്കരമായിട്ട് കുട്ടികളെ മുൻവിധികളോടുകൂടി സമീപിക്കാതിരിക്കുക. അല്ലേ, അതല്ലേ വേണ്ടത് ഇന്നത്തെ കാലത്ത്. ഇപ്പൊ നമ്മൾ എപ്പോഴും പറയുന്ന ജെൻസി തലമുറയാണ് എന്നൊക്കെ പറയുമെങ്കിൽ കൂടിയിട്ട് അവരെ ചേർത്ത് നിർത്താൻ പറ്റണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് അധ്യാപകരാകാൻ പോകുന്ന ആൾക്കാരോട് പറയാനുള്ളത്. അങ്ങനെ അപ്പൊ എല്ലാവർക്കും ഇവിടെ ചേർന്ന് പോകാൻ പറ്റട്ടെ. ഇവിടെ മറ്റ് ട്രെയിനിങ് കോളേജിൽ നിന്ന് വ്യത്യാസം ഒരുപാടുണ്ട് നമ്മുടെ കോളേജിന്. അതെ അല്ലേ. നമ്മളൊരു സ്മൈലിംഗ് ക്യാമ്പസ് എന്നൊരു ആശയം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 2019 മുതൽക്ക് അങ്ങനെ ഒരു പോളിസി ഉണ്ട്. സന്തോഷം ഒരു കോളേജാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് SNM ട്രെയിനിങ് കോളേജാണ്. അത് നല്ല കാര്യം. സാധാരണ B.Ed കോളേജിൽ ആരും അങ്ങനെ പറയാറില്ല കേട്ടോ. അതെ, ഇവിടെ സന്തോഷിക്കണം. എന്ത് പ്രശ്നങ്ങൾക്കും എല്ലാവരും കൂടെയുണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ഉണ്ടാകാവുന്ന ആങ്സൈറ്റി അത് മനുഷ്യ സഹജമാണല്ലോ. അതെ എന്നാലും അതെ. നമ്മളെല്ലാവരും കൂടെ ഒരുപോലെ സ്മൈലിംഗ് ക്യാമ്പസ് ആയിട്ട് സന്തോഷം ഒരു കോളേജാണ്. അങ്ങനെ ടീച്ചറുടെ ടൈറ്റില് പാരഡി ആക്കുകയാണ്. അപ്പൊ ലത ടീച്ചർ എന്തോ പറയാൻ കൈവന്തിച്ചിട്ട് പറയാവോ? ഞാൻ അവിടെ പഠിച്ച ഒരാൾ തന്നെയാണ് കേട്ടോ. ടീച്ചറ് B.Ed ഞാൻ അറിയാം. B.Ed മൂത്തോൻ തന്നെയായിരുന്നു പഠിച്ചിരുന്നത്. 95% അറിയാം ടീച്ചർ. പിന്നെ ടീച്ചറോട് പ്രത്യേകം അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. ലയ ശേഖർ ടീച്ചർക്ക് ഇന്ന് വേറൊരു ഓൺലൈൻ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അത് ഇതില് ശരി, എന്റെ അന്വേഷണം അറിയിക്കൂ കേട്ടോ. ടീച്ചർ ഒരു ഓൺലൈൻ സെമിനാറിൽ ചെയർ ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ അത് കാരണം പങ്കെടുക്കാൻ പറ്റുമ്പോൾ ടീച്ചറോട് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ അന്വേഷണം അറിയിക്കൂ. ഞാൻ B.Ed ചെയ്തത് IASC-യിലാണ്, നമ്മളുടെ തൃശ്ശൂരുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡി ഇൻ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ട് സെന്റർ. അപ്പൊ അവിടെയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ ഞങ്ങൾക്ക് അത്ര കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പുറമെ മറ്റു കോളേജുകളിലെ പോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത്ര പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ചെയ്ത ഒരു B.Ed കാലമായിരുന്നു ഞങ്ങളുടേത്. ഇതിപ്പോ നമ്മള് B.Ed-നെ ഇപ്പൊ നമ്മളുടെ PG കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ട് അവർ പറയാറുണ്ട്. കേരളോർമയിൽ നിന്നൊക്കെ പോകുന്ന കുട്ടികൾ ഇങ്ങനെ പെട്ടെന്ന് ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്നതിന്റെ ബുദ്ധിമുട്ടായിരിക്കാം അങ്ങനെ അവർ പറയാറ്. അപ്പൊ ഞാൻ പറഞ്ഞു, രണ്ടും നമ്മൾ അറിയണല്ലോ, സിസ്റ്റം എന്താണ് എന്നും. അങ്ങനെ സിസ്റ്റം എന്താണെന്ന് അറിഞ്ഞാലല്ലേ നമ്മൾക്കത് എങ്ങനെ ബ്രേക്ക് ചെയ്യണം അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ എത്രത്തോളം നിൽക്കണം എന്നുള്ളതൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ സിസ്റ്റം അറിയുക എന്നുള്ളതും പ്രധാനമാണല്ലോ. അപ്പൊ രണ്ടിന്റെയും ക്വാളിറ്റീസ് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാണ് നമ്മൾ പറയാറുള്ളത്. എന്തായാലും നിങ്ങളുടെ B.Ed കോളേജ് SNM മൂത്തകുന്നം B.Ed കോളേജ് ഇത്രയും സന്തോഷം നിറഞ്ഞൊരു കോളേജാണ് എന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. കാരണം B.Ed സെന്റേഴ്സ് എന്ന് പറയുമ്പോൾ പൊതുവെ കാണുന്ന ഒരു ഭീതി അല്ലെങ്കിൽ കുട്ടികൾക്ക് അധ്യാപകർക്ക് ഉണ്ടാവുന്ന ഒരു ടെൻഷൻ അതൊന്നും ഇല്ലെങ്കിൽ അത്രയും നല്ലതാണ്. മനസ്സ് സ്വതന്ത്രമായിരിക്കട്ടെ, എന്നാലല്ലേ കൂടുതൽ നല്ല ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാവുള്ളൂ. കുട്ടികളോട് സംവദിക്കാൻ പറ്റുള്ളൂ, പുതിയ തലമുറയോട് സംസാരിക്കാൻ പറ്റുള്ളൂ. വായിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അധ്യാപകര് ജോലി കിട്ടി കഴിഞ്ഞാൽ പിന്നെ വായിക്കുകയില്ല എന്നുള്ള രീതിയിലേക്ക് പോകുന്ന മനുഷ്യരാവാതിരിക്കുക. ഡേ ടു ഡേ നമ്മൾ കറണ്ട് അഫയേഴ്സ് എപ്പോഴും അറിഞ്ഞിരിക്കുക. അത് ഒരു എന്താ പറയാ, ഒരു ആവശ്യമായിട്ട് തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. കുട്ടികൾക്കൊപ്പം നമ്മൾ നിൽക്കുമ്പോൾ കാലത്തിനനുസരിച്ച് നമ്മളെ സ്വയം അപ്ഡേറ്റ് ചെയ്യാനായിട്ട് വായന നമ്മളെ സഹായിക്കും. സോഷ്യൽ മീഡിയ പ്രസൻസ് ഒക്കെ നമ്മളെ അതിന് സഹായിക്കുന്നുണ്ട്.
അതുള്ളവരായിരിക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് നമ്മളുടെ ജോലിയോട് ചെയ്യാവുന്ന ഉത്തരവാദിത്വങ്ങളിൽ ഒന്നായിട്ട് എനിക്ക് തോന്നാറുള്ളത്. കാലത്തിനൊത്ത് ജീവിക്കുക, കാലത്തിൽ ജീവിക്കുക, പറ്റുമെങ്കിൽ കാലത്തിന് മുൻപേ അല്പം എങ്കിലും മുൻപേ നടക്കാൻ നോക്കുക എന്നൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്വം എന്ന് തോന്നുന്നു. പഴയതിലേക്ക് വല്ലാതെ പോകാതിരിക്കുക, പിന്നോട്ട് നടക്കാതിരിക്കുക എന്നുള്ളത് അത് പ്രധാനമാണ്. ഐശ്വര്യ എന്താ ചോദിച്ചിട്ടുണ്ടല്ലോ ടെക്സ്റ്റ് ചെയ്തിട്ട്. അതെ, ഈ സംസ്കാരം നമ്മൾ മുറുകെ പിടിക്കുന്ന അവസ്ഥകളിൽ ചിലപ്പോഴൊക്കെ അത് വ്യക്തി സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നതായിട്ടൊക്കെ വരാറില്ലേ? അപ്പോ അവിടെ ഭൂട്ടാനിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ? അതായത് ഈ സംസ്കാരത്തിൽ ഇവിടെയുള്ള സംസ്കാരത്തിൽ നിന്നും ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ആരെങ്കിലും? അവിടുത്തെ സംസ്കാരത്തില് ആണോ ഭൂട്ടാനിലുള്ള? അതെ 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 അതെ. ആ അതിലെ ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ അവിടെ അധ്യാപകരുമായിട്ട് സംസാരിച്ചപ്പോ കേട്ട ഒരു കഥയാണ്. കഥയല്ല, റിയൽ സ്റ്റോറിയാണ്. അവിടുത്തെ ഇപ്പോഴത്തെ രാജാവിന്റെ അവർക്ക് 4 ഭാര്യമാര് ഉണ്ട്. ഈ 4 ഭാര്യമാരെ എടുത്തിട്ടുള്ളത് ഒരു കുടുംബത്തിൽ നിന്നാണ്. 5 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു ആ കുടുംബത്തില്. 5 പെൺകുട്ടികള് ഒന്നിച്ച് ഒറ്റ രാജാവ് വിവാഹം കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ രാജാവിനെ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സമ്പത്തിലേക്കുള്ള കടക്കലാണ്, പിന്നെ രാജ്ഞിയാണ്. ഭൂട്ടാനിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്ത് കിട്ടാവുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും അവര് പ്രൊവൈഡ് ചെയ്യും, രാജകുടുംബം പ്രൊവൈഡ് ചെയ്യും. പക്ഷേ ആ സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് അതിലെ ഒരു പെൺകുട്ടി മാത്രം തനിക്ക് പ്രിയപ്പെട്ട ആൾക്കൊപ്പം ജീവിക്കാൻ പോയി എന്നാണ് പറയുന്നത്. ഒരു പക്ഷെ അവര് രാജ്യം വിട്ട് പോയിട്ടുണ്ടാവണം. അപ്പൊ 4 പെൺകുട്ടികള്, ആ സിസ്റ്റത്തെ എതിർക്കാത്ത 4 പെൺകുട്ടികള് രാജാവിന്റെ 4 ഭാര്യമാരാണ്. അതിലെ ഒരു ഭാര്യയുടെ മകനാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ രാജാവ്. അപ്പം സിസ്റ്റത്തിൽ നിന്ന് മാറി നടക്കുന്നവർ അവിടെ ഉണ്ട് എന്നുള്ളതിന്റെ സൂചനയാണല്ലോ ഇത് പറയുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഓപ്റ്റ് ചെയ്യാമായിരുന്നു തന്റെ പ്രണയത്തെ ത്യജിച്ചിട്ട് ഈ രാജകീയമായിട്ടുള്ള സുഖഭോ ആഗ്രഹിക്കുന്നതെല്ലാം അവർക്കുണ്ട്. അതിൽ നിന്നൊക്കെ വിട്ടിട്ട് സ്വന്തം പ്രണയത്തെ പ്രതി രാജാവിനെ തന്നെ, രാജപദവി തന്നെ നിഷേധിച്ച് പോയ ഒരു പെൺകുട്ടി ആ കൂട്ടത്തിലുണ്ടായിരുന്നു. 5 പെൺകുട്ടികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് ആ സിസ്റ്റത്തെ അവരുടെ ഇടയിൽ നിന്ന് തന്നെ ബ്രേക്ക് ചെയ്യലല്ലേ. അത് കേട്ടപ്പോ എനിക്ക് കൗതുകം തോന്നി. അവരിപ്പോ രാജ്യത്തുണ്ടോ എന്നൊന്നും എനിക്ക് അറിയില്ല. ചിലപ്പോ അവർക്ക് രാജ്യം വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ടാകാം. പക്ഷെ അവര് മാറി ചിന്തിച്ചിട്ടുണ്ട് അതിന്റെ ഇടയിൽ നിന്ന്. ഈ 4 ഭാര്യമാരുടെയും കൂടെയാണ് രാജാവിന്റെ ചിത്രം വെച്ചിട്ടുള്ളത്. അത് എല്ലാ സ്കൂളുകളിലും ഒക്കെ ഉണ്ട്. പിന്നെ പുതിയ രാജകുമാരനും ഈ അവരുടെ ഭാര്യയും കുഞ്ഞും ഒക്കെ കൂടെയുള്ള ഫോട്ടോകളും ഉണ്ട്. അപ്പോ ആ ഫോട്ടോകളിലൊന്നും പെടാതെ, അതായത് രാജകുടുംബത്തിന്റെ ഭാഗമാകാതെ തന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച ഒരു പെൺകുട്ടി. അത് കേട്ടപ്പോ കൗതുകം തോന്നി. അങ്ങനെയും ചിന്തിക്കുന്നവരുണ്ട് അവിടെ. സിസ്റ്റത്തിന്റെ അപ്പുറത്തേക്ക് കടക്കാൻ നോക്കുന്ന മനുഷ്യരുണ്ട് അവിടെ. താങ്ക് യു മാം. ഞാൻ ആ ചോദ്യം കണ്ടു. മോശമായ എന്തെങ്കിലും അനുഭവം ഉണ്ടായോ എന്ന് എന്റെ മനസ്സിൽ അങ്ങനെ ഇല്ല. മോശമായ അനുഭവം ഒന്നുമില്ല. വേണമെങ്കിൽ പറയാം, നോ മീറ്റ് മന്തിലായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോ പക്ഷെ ഞങ്ങൾക്കത് അറിയണ്ടായിരുന്നില്ല. ബുദ്ധപൂർണിമ വരുന്ന ആ മാസം അവര് നോ മീറ്റ് മന്ത് ആയിട്ടാണ് ആചരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്കറിയില്ല, ഞങ്ങളുടെ അറിവില്ലായ്മയാണ്. അപ്പൊ നമ്മള് അവിടെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. ഹോട്ടലിലെല്ലാം ചിക്കൻ കറി വിളമ്പുന്നുണ്ട്.
അത് 1 മന്ത് ഫ്രീസ് ചെയ്തിട്ടുള്ള മീറ്റ് ആയിരുന്നു. അത് വേണമെങ്കിൽ നമ്മളത് അറിയാതെ കഴിച്ചു എന്നുള്ളത് കൊണ്ട് അതൊരു മോശം അനുഭവം എന്നൊന്നും എനിക്കത് പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഒന്നുണ്ടായിരുന്നു. അവര് വിചാരിക്കുന്നത് നമ്മൾക്ക് ഇതെല്ലാം അറിയാം എന്നുള്ളതാണ്. അപ്പൊ ചിക്കൻ ഓപ്റ്റ് ചെയ്യുന്നവർക്ക് അത് കൊടുക്കുന്നുണ്ട്. ഹോട്ടലുകളിൽ ഒരു ഇത് ചെയ്യില്ല. അത് മീറ്റ് പ്രിപ്പയർ അല്ല, അതിന് വേണ്ടിയിട്ടുള്ള കുക്കിംഗ് നടക്കും. അത് ഫ്രോസൺ മീറ്റ് ആയിരിക്കും. അതല്ലാണ്ട് ഫ്രഷ് ആയിരിക്കണം എന്നില്ല. അങ്ങനെയുണ്ട്. പിന്നെ അങ്ങനെ മോശം അനുഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ അവരുടെ കറികളിലെ എരിവ് ഭയങ്കരാണ്. ആ ഒരു ഉണ്ട മുളകുണ്ട്. അത് വെച്ചിട്ടുള്ള അച്ചാറുകളും ഒക്കെ വളരെ പ്രസിദ്ധമാണ്. നല്ല എരിവാണ് അവരുടെ കറികൾക്കെല്ലാം തന്നെ. അത് ഈ പർവ്വത മേഖലയും തണുപ്പുള്ള ഇടമൊക്കെ ആയതുകൊണ്ടായിരിക്കാം. അവരുടെ സിരകളെ ചൂട് പിടിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം. നല്ല എരിവുള്ള ഭക്ഷണമാണ് അവര് കഴിക്കുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ മോശം അനുഭവം ഉണ്ടാവാനുള്ള അത്ര സമയമൊന്നും ഞാൻ അവിടെ എടുത്തിട്ടില്ല എന്നതുകൂടി പ്രധാനമാണ് കേട്ടോ. നമ്മൾ ഒരു ഇടത്ത് താമസിക്കുകയും കുറച്ച് നാൾ അവിടെ ചെലവഴിക്കുകയൊക്കെ അതൊക്കെ കാണുമ്പോഴല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൂടുതൽ അറിയാൻ പറ്റുകയുള്ളൂ. അപ്പൊ നമ്മളൊരു ഹ്രസ്വ സന്ദർശനാണ്. ആ ഹ്രസ്വ സന്ദർശനത്തിനിടയിൽ അങ്ങനെ കാര്യമായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ യാത്രയാണ് ഞങ്ങളെ സംബന്ധിച്ച് മോശം അനുഭവമായിട്ട്. സൈക്ലോൺ കാരണം ഞങ്ങൾ ശരിക്കും ബുദ്ധിമുട്ടി. അപ്പോൾ പിന്നീടാണ് ഈ വിമാനങ്ങളൊക്കെ തകരുന്ന കാഴ്ച നമ്മൾ പിന്നെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഉണ്ടായി. ഈ കാലാവസ്ഥ പ്രശ്നം കാരണം നമുക്ക് അന്ന് അത്രയും എനിക്ക് അതിന്റെ സീരിയസ്നെസ് അറിയാത്തതുകൊണ്ട് ഞാൻ അത്ര വേവലാതിപ്പെട്ടില്ല. പക്ഷെ പ്ലെയിനിലുള്ള എല്ലാവരും വേവലാതിപ്പെട്ടിരുന്നു, പ്രാർത്ഥനകൾ നടത്തിയിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അധികം പ്ലെയിനിൽ യാത്ര ചെയ്തിട്ടില്ലാത്ത ആളായതുകൊണ്ട് ഞാൻ എൻ്റെ ടർബുലൻസ് പ്രകാരം ഛർദ്ദിച്ചുകൊണ്ടിരുന്നു എന്ന് മാത്രമേ ഉണ്ടായുള്ളൂ. ഞാൻ എൻ്റെ ശ്രദ്ധ മുഴുവൻ അതിലായി പോയി. അതുകൊണ്ട് തന്നെ ആൾക്കാരിങ്ങനെ മരണവെപ്രാളത്തോടു കൂടിയിട്ടാണ് പ്രാർത്ഥനകൾ ചൊല്ലിയിരുന്നത്. മുൻപിൽ ഒരു സന്യാസി സംഘം ഉണ്ടായിരുന്നു. ഞങ്ങൾ 1.5 മണിക്കൂറാണ് ആകാശത്ത് ഇങ്ങനെ കറങ്ങിയത്. ഒരു 2.5 മണിക്കൂറിന്റെ ഫ്യൂവൽ ഉണ്ട് എന്ന് ഞങ്ങളുടെ അടുത്ത് പൈലറ്റ് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു തുടർച്ചയായിട്ട്. നമുക്കറിയാം പലതവണ ഇങ്ങനെ താഴ്ത്താൻ ശ്രമിക്കുന്നു. അപ്പൊ ഈ കാറ്റ് മേഘപാളികളെയൊക്കെ ഇങ്ങനെ പറത്തിക്കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അത്രയും ഭീകരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ യാത്ര എന്നുള്ളത്. അതിന്റെ ഭീകരത എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എനിക്ക് അത്ര അനുഭവപ്പെട്ടില്ല. പക്ഷെ അതിലുള്ള സ്ഥിരം പ്ലെയിനിൽ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന മനുഷ്യർ അത് അനുഭവിച്ചിട്ടുണ്ടെന്ന് അത് ലാൻഡ് ചെയ്തപ്പോൾ മൊത്തം വിമാനത്തിൽ ഉണ്ടായിരുന്ന പ്രാർത്ഥനകൾ കൊണ്ട് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് യാത്രകള് മെയ് അവസാനത്തേക്ക് മാറ്റി വെക്കാതിരിക്കുക. അതുപോലെ ജൂൺ ആദ്യവാരം ഇതൊക്കെ മൺസൂൺ സീസൺ ആണല്ലോ ഓൾ ഓവർ ഇന്ത്യ. അത് ബാധിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അപ്പോ അതിലേക്ക് യാത്രകൾ ഇനി കണക്ട് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു ബോധം, അത് അനുഭവം കൊണ്ട് പഠിച്ചതാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ അവിടെ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല കേട്ടോ. അത് ഈ പറഞ്ഞ പോലെ ഞാൻ വളരെ കുറച്ച് ദിവസങ്ങളല്ലേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. ചിലപ്പോൾ കൂടുതൽ താമസിക്കുകയാണെങ്കിൽ അത് ഉണ്ടാകുമായിരിക്കാം. എല്ലായിടത്തും അത് അങ്ങനെയാണല്ലോ, സമ്മിശ്രമായിട്ടുള്ള അനുഭവങ്ങളാണല്ലോ നമ്മൾക്ക് ഉണ്ടാവുക ഇടങ്ങളെ സംബന്ധിച്ച്. അപ്പൊ അത് ഉണ്ടായിട്ടില്ല, അങ്ങനെ ഉണ്ടായില്ല. അതിന്റെ ഭാഗ്യം കൂടിയായിരിക്കാം ഒരു സ്ഥലത്തെ നമ്മൾ അതിന്റെ പൂർണ്ണമായ ഭംഗിയിൽ ആസ്വദിക്കാൻ പറ്റി എന്നുള്ളത്. അങ്ങനെയായിരിക്കാം.
ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? സമയം ഒത്തിരിയായി. ടീച്ചറെ കുറേ സമയം എന്തായാലും 1.5 മണിക്കൂറായി. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു മാം. കുറെ നേരം പറഞ്ഞ പോലെ ഇലക്ഷന്റെ ചൂടും കഴിഞ്ഞ് വന്ന് ഞങ്ങളോടൊപ്പം ഇപ്പൊ 1.5 മണിക്കൂറുകളായിരിക്കുന്നു. അതെ. ഒരുപാട് സന്തോഷം. ഓക്കെ. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു അഫ്ര. മാം. ഓക്കെ. നന്ദി പറയുന്നതിനായി 1ാം വർഷ ബി.എഡ് വിദ്യാർത്ഥിനിയായ രശ്മിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പ്രതിവാര പുസ്തക വായന ഏറ്റവും ഭംഗിയായി സമാപിക്കുന്ന ഈ വേളയിൽ ആദ്യമായി ഈ പരിപാടിക്ക് അവസരമൊരുക്കി തന്ന SNM ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽ സുസ്മിത മിസ്സിന് സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. ഈ പരിപാടിയുടെ സ്റ്റാഫ് കോർഡിനേറ്ററായ കൃഷ്ണകുമാർ സാറിനും IQAC കോർഡിനേറ്റർ ഹീര മിസ്സിനും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടിയിൽ പങ്കുചേരുകയും എഴുത്തനുഭവം പങ്കുവയ്ക്കുകയും ചെയ്ത കലാ സജീവൻ ടീച്ചർക്ക് ഏറ്റവും ആദരവോടെ നന്ദി പറയുന്നു. സന്തോഷം ഒരു ദേശമാണ്, ഭൂട്ടാൻ യാത്രാനുഭവങ്ങൾ എന്ന ഈ യാത്രാക്കുറിപ്പ് മനോഹരമായി അവതരിപ്പിച്ച ഐശ്വര്യയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഈ പരിപാടിയുടെ മോഡറേറ്ററായ അഫ്രയ്ക്കും സ്വാഗതം പറഞ്ഞ വിനീതയ്ക്കും അതുപോലെ തന്നെ ഈ പരിപാടിയുടെ സ്റ്റുഡന്റ് കോർഡിനേറ്ററായ അക്ഷയയ്ക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ പരിപാടി വിജയകരമാക്കി പ്രേമികൾക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. അപ്പൊ ശരി, വീണ്ടും കാണാം. ഓക്കെ, ബൈ. ടീച്ചറെ ഇനി സെപ്പറേറ്റ് വേറെ വിളിക്കുന്നില്ല, തിരക്കുകളല്ലേ. അപ്പൊ എന്തായാലും നന്ദിയും സ്നേഹമൊക്കെ അറിയിക്കുകയാണ്. പുസ്തകത്തിന്റെ പേര് പോലെ സന്തോഷം. ഗുഡ് നൈറ്റ്. ഐശ്വര്യ നന്നായി ചെയ്തു കേട്ടോ. കുറച്ചു നേരം